മാസ്റ്റർ കീ അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം, ഞാൻ വിവേക്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടന, അതുപോലെ സിവിക്സ്, അതുപോലെ സുപ്രധാന നിയമങ്ങൾ തുടങ്ങിയ മത്സര പരീക്ഷകളിൽ പൊതുവെ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്, ഒരു കോമൺ ടോപ്പിക്കാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹെഡിങ് തന്നെ കാണുമ്പോൾ മനസ്സിലായി കാണും. അതായത് ഹ്യൂമൻ റൈറ്റ്സ് ആക്റ്റുമായി ബന്ധപ്പെട്ട കമ്മീഷനായ അല്ലെങ്കിൽ നിലവിലുള്ള കമ്മീഷനായ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ മത്സര പരീക്ഷകളിൽ ആവർത്തി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കഴിഞ്ഞ ഒരു LD എക്സാമിന് ചോദ്യം ഉണ്ടായിരുന്നു. താഴെ പറയുന്നവയിൽ ഏത് നിയമപ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നൽകുന്നത്? അതിൽ ദേശീയ മനുഷ്യാവകാശ നിയമം 1993, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം 1993, അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം 1993, സംരക്ഷണ നിയമം 93. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ നമുക്കുണ്ടായിരുന്നു. അത് നമ്മൾ ഓർത്തിരിക്കുക. ഇതിൽ ഏത് നിയമപ്രകാരമാണ് വന്നിരിക്കുന്നത് വെച്ചാൽ പറയണം, അത് പ്രൊട്ടക്ഷൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ആണ്. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. നമ്മളെപ്പോഴും ഒരു നിയമത്തിൻ്റെ കൂടെ ഒരു നിയമം പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ പറയേണ്ട വർഷം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അങ്ങനെ വേണം നമ്മളത് പഠിക്കാനായിട്ട്. അത് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അല്ല, കറക്റ്റ് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993, 1993 ആണ്. 1993 പ്രൊട്ടക്ഷൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്റ്റുമായി ബന്ധപ്പെട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നൽകുന്നത്. അപ്പം പ്രൊട്ടക്ഷൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചായിരിക്കില്ല, ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തെക്കുറിച്ചായിരിക്കും. പ്രൊട്ടക്ഷൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിനെ കുറിച്ചായിരിക്കും നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ആക്ടിൻ്റെ കൂടെ പറയേണ്ട വർഷം 1993 ആണ്. അങ്ങനെയെങ്കിൽ ഈ നാഷണൽ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്, ഇത് പാർലമെൻറ്റ് ഏത് സഭയാണ് ആദ്യം പാസ്സാക്കുന്നത്? അത് ഓർത്തിരിക്കുക. ഈ നിയമം, ഈ ആക്ട് പാസ്സാക്കിയ ആദ്യ സഭ എന്ന് പറയുന്നത് അത് ലോക്സഭയാണ്. ഹൗസ് ഓഫ് പീപ്പിളായ ലോക്സഭയാണ് ഈ നിയമം ആദ്യം പാസ്സാക്കുന്നത്. അത് 1993 ഡിസംബർ 18 ലോക്സഭ ആക്ട് പാസ് ചെയ്യുന്നത്. അത് 1993 ഡിസംബർ 18. അല്ലെങ്കിൽ ലോക്സഭ ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അടുത്ത ഈ സഭയിലേക്കും രാജ്യസഭയിലേക്കും. അപ്പോൾ ഒരു ബില്ല് പാർലമെൻറ്റ് ഏത് സഭയിൽ വേണോ ആദ്യം അവതരിപ്പിക്കാം? നമുക്കറിയാം, ഒരു ബില്ല് പാർലമെൻറ്റ് ഏത് സഭയിൽ വേണമെങ്കിലും ആദ്യം അവതരിപ്പിക്കാം. ധനബില്ലും ഫിനാൻഷ്യൽ കാറ്റഗറി ഒഴികെ നമുക്ക് ഏത് ബില്ലും പാർലമെൻറ്റ് ഏത് സഭയിൽ വേണമെങ്കിലും ആദ്യം അവതരിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഈ ബില്ല് ആദ്യം അവതരിപ്പിച്ചത് ലോക്സഭയിലാണ്. അത് 1993, ലോക്സഭയാണ് പാസ്സാക്കിയ ഡേറ്റാണ് 1993 ഡിസംബർ 18. ഓക്കെ, അങ്ങനെ ലോക്സഭ ബില്ല് പാസ്സാക്കിയ ഡയറക്റ്റ് ബില്ല് രാജ്യസഭയിലേക്ക് പോകുന്നു. രാജ്യസഭ പാസ്സാക്കിയത് അത് 1993 ഡിസംബർ 22. ഡിസംബർ 18 ലോക്സഭ പാസ്സാക്കിയ ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് ഡിസംബർ 22. തീർച്ചയായും ഇരുസഭകളും, രണ്ട് ചേംബറുകളും ബില്ല് പാസ്സാക്കിയ പിന്നെ ബില്ല് പോവുക രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിരിക്കും. ഇറ്റ് ഗോട്ട് പ്രസിഡൻഷ്യൽ അസെന്റ്. ഇത് രാഷ്ട്രപതി അംഗീകരിച്ചത് അത് 1994 ജനുവരി 8. 1994 ജനുവരി 8 തൊട്ട് അടുത്ത വർഷമായ 94 ജനുവരി 8 ഓക്കെ, ഇത് രാഷ്ട്രപതി അംഗീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് ഗസറ്റ് വന്നത്, ഇതിൻ്റെ ഗസറ്റ് ഡേറ്റ് വെച്ചാൽ പറയണം, അത് 1994 ജനുവരി 10 ഇത് ഗസറ്റ് പബ്ലിഷ് ചെയ്തത്. ഇത് വിജ്ഞാപനത്തിലൂടെ പുറത്തിറക്കിയത് 1994 ജനുവരി 10. അപ്പോൾ ജനുവരി 8 രാഷ്ട്രപതി അംഗീകരിച്ചു. ജനുവരി 10 എന്ത് ചെയ്യുന്നു? ഇത് ഗസറ്റിലൂടെ പബ്ലിഷ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഇത് നിലവിൽ വന്നത് ഓക്കെ കെയിം ഇൻ ടു എഫക്റ്റ്, അഥവാ കെയിം ഇൻ ടു ഫോഴ്സ് വിത്ത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഫ്രം, അതായത് റിട്രോസ്പെക്റ്റീവ് മീൻസ് മുൻകാല പ്രാബല്യത്തോടെ എന്നാണ്. മുൻകാല പ്രാബല്യത്തോടെ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ഇത് ഓർഡിനൻസിലൂടെയാണ് കൊണ്ടുവന്നത്. ഓർഡിനൻസിലൂടെ കൊണ്ടുവന്ന ഒരു നിയമമാണ്
പ്രൊട്ടക്ഷൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് എന്ന് പറയുന്നത് ഓർഡിനൻസിലൂടെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഓർഡിനൻസ്. ആ ഓർഡിനൻസിലൂടെ കൊണ്ടുവന്നുകൊണ്ടാണ് റിട്രോസ്പെക്റ്റീവ് എന്നൊരു വാക്ക് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, മുൻകാല പ്രാബല്യത്തോടെ. അപ്പോൾ എന്താണ് ഓർഡിനൻസ്? സംഭവം സിമ്പിളാണ്. അതായത് നമുക്കറിയാം നമ്മുടെ പാർലമെൻറ്റിന് സാധാരണ എത്ര സമ്മേളനങ്ങൾ? 3 സമ്മേളനങ്ങളുണ്ട് അല്ലേ? ഓക്കെ, ഏതൊക്കെയാണ് 3 സമ്മേളനങ്ങൾ? ഒന്ന് ബജറ്റ് സമ്മേളനം, ഓക്കെ, അഥവാ സമ്മർ സെഷൻ. ഓക്കെ, അതുപോലെ മഴക്കാല സമ്മേളനം മൺസൂൺ സെഷൻ, അതുപോലെ ശൈത്യകാല സമ്മേളനം വിൻ്റർ സെഷൻ എന്ന് പറയുന്ന 3 സെഷൻസ് നമുക്കുണ്ട്. ഓക്കെ, 3 സമ്മേളനങ്ങളുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒരു വർഷത്തിൽ ഏറ്റവും കുറഞ്ഞ സഭ എത്ര തവണ സമ്മേളിക്കണം? അത് 2 തവണയെങ്കിലും, ഏറ്റവും കുറഞ്ഞത് മിനിമം സെഷൻസ് പറഞ്ഞാൽ 2 തവണയെങ്കിലും സമ്മേളിക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ 2 സമ്മേളന പരമാവധി കാലം നമുക്കറിയാം, അത് 6 മാസമാണ്. കാരണം 2 തവണ സമ്മേളിക്കാൻ പറയുന്നില്ലയോ? അപ്പോൾ കുറഞ്ഞത് 2 തവണ. അപ്പോൾ ഒരു വർഷത്തിൽ 12 മാസം. അപ്പോൾ 12 ഡിവൈഡ് ബൈ 2 = നമുക്ക് 6 കിട്ടും. അപ്പം 2 സമ്മേളന പരമാവധി കാലാവധിയാണ് ഈ 6 മാസം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലാകും എപ്പോഴും പാർലമെൻറ്റ് സഭ സമ്മേളിക്കാറില്ല. അങ്ങനെയെങ്കിൽ പാർലമെൻറ്റ് സഭ സമ്മേളിക്കാത്ത സാഹചര്യത്തിൽ ഓക്കെ, ഈ പാർലമെൻറ്റിന് വേണ്ടി എന്തെങ്കിലും ഉത്തരവുകളും കാര്യങ്ങളൊക്കെ പുറത്തിറക്കുന്നത് അത് മന്ത്രിസഭ വഴി രാഷ്ട്രപതി ആയിരിക്കും. രാഷ്ട്രപതി ആ സമയത്ത് പുറത്തിറക്കുന്ന ഉത്തരവിനെ വിളിക്കുന്ന പേരാണ് ഓർഡിനൻസ്. ഓർഡിനൻസ് എന്നറിയപ്പെടുന്നു. സഭ ഇത്രയേ ഉള്ളൂ. സഭ സമ്മേളിക്കാത്ത സാഹചര്യത്തിൽ രാഷ്ട്രപതി പുറത്തിറക്കുന്ന ഉത്തരവാണ് ഓർഡിനൻസ്. സഭ സമ്മേളിക്കാത്ത സാഹചര്യത്തിൽ രാഷ്ട്രപതി പുറത്തിറക്കുന്ന ഉത്തരവാണ് ഇത് ഓർഡിനൻസ് എന്ന് പറയുന്നത്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം 1993 സെപ്റ്റംബർ 28 ഓർഡിനൻസിലൂടെയാണ് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഈ രാഷ്ട്രപതി പുറത്തിറക്കുന്ന ഓർഡിനൻസിന് പാർലമെൻറ്റ് പിന്നീട് അംഗീകാരം നൽകണോ? തീർച്ചയായിട്ടും പാർലമെൻറ്റ് അംഗീകാരം നൽകണം. എത്ര സമയത്തിനുള്ളിൽ? 6 മാസങ്ങൾക്കുള്ളിൽ പാർലമെൻറ്റ് അതിന് അംഗീകാരം നൽകണം. അങ്ങനെയാണ് 1993 ശൈത്യകാല സമ്മേളനത്തിൽ 93 ഡിസംബർ 18 ലോക്സഭയും ഡിസംബർ 20 രാജ്യസഭയും പിന്നീട് ഓർഡിനൻസ് ആയാൽ പോലും ഇത് പിന്നീട് പാർലമെൻറ്റ് പാസ്സാക്കി കഴിഞ്ഞാൽ വീണ്ടും രാഷ്ട്രപതി അംഗീകാരം നൽകണം. രാഷ്ട്രപതിയാണ് പുറത്തിറക്കിയത്, എന്നാൽ വീണ്ടും പാർലമെൻറ്റ് പാസ്സാക്കി രാഷ്ട്രപതി അംഗീകാരം നൽകണം. അങ്ങനെയാണ് ജനുവരി 8 രാഷ്ട്രപതി അംഗീകാരം നൽകി. ജനുവരി 10 ഇത് ഗസറ്റ് വന്നു. എന്നാൽ ഓർഡിനൻസ് പുറത്തിറക്കിയ ഡേറ്റായ 1993 സെപ്റ്റംബർ 28 ഇത് നിലവിൽ വന്നത്. അത് ഓർഡിനൻസ് പുറത്തിറക്കി അന്ന് തന്നെ നിയമം പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ ഒരു ഓർഡിനൻസ് പ്രകാരം വന്ന നിയമമാണെങ്കിൽ ആ ഓർഡിനൻസ് പുറത്തിറക്കിയ ഡേറ്റ് ഏതാണോ അതായിരിക്കും നിയമം നിലവിൽ വന്ന ഡേറ്റ്. ഓക്കെ, അപ്പോൾ രണ്ടും 1993 സെപ്റ്റംബർ 28 ഈ നിയമം നിലവിൽ വന്നത്. ഓർഡിനൻസിലൂടെ കൊണ്ടുവന്നതാണ് നമ്മളതിനെ മുൻകാല പ്രാബല്യം എന്ന് പറയുന്നത്. അതായത് രാഷ്ട്രപതി അംഗീകാരം നൽകുന്നതിന് മുൻപ് ഒരു നിയമം നിലവിൽ വന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മുൻകാല പ്രാബല്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ഈ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ഓർഡിനൻസിലൂടെ പുറത്തിറക്കിയ രാഷ്ട്രപതി ആര്? പ്രസിഡന്റ് ആര്? ആ സമയത്തെ പ്രസിഡന്റിൻ്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കുക. ആ സമയത്തെ പ്രസിഡന്റ് ഇന്ത്യയുടെ 9ാമത്തെ പ്രസിഡന്റായിരുന്നു, 9th പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പേര് ശങ്കർ ദയാൽ ശർമ്മ എന്നാണ്. അപ്പോൾ ആ പ്രസിഡന്റായിരുന്നു ശങ്കർ ദയാൽ ശർമ്മ. അതുപോലെ ആ സമയത്തെ പ്രധാനമന്ത്രി ഓർത്തിരിക്കുക, അദ്ദേഹം ഇന്ത്യയുടെ 9ാമത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ആദ്യ സൗത്ത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററാണ്. ആ വ്യക്തിയുടെ പേരാണ് PV നരസിംഹറാവ്. അപ്പോൾ ഈ നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ പ്രസിഡന്റ് എന്ന് പറയുന്നത് ശങ്കർ ദയാൽ ശർമ്മ, പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് അത് PV നരസിംഹറാവുമാണ്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. അത് നമുക്ക് അടുത്തേക്ക് പോകാം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ഭരണഘടന പഠിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു നിയമം പഠിക്കുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പല പാർട്ടുകളായി ക്ലാസിഫൈ ചെയ്യും അല്ലേ, ഭാഗങ്ങളായി ക്ലാസിഫൈ ചെയ്യും. ആ ഭാഗങ്ങളെ ആർട്ടിക്കിൾസ് കൊണ്ട് നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ പാർട്ട് 1 ഓക്കെ, യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്, സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് പറയുന്നത്. അതിന് നമ്മൾ ആർട്ടിക്കിൾ കവർ ചെയ്യുന്നത് 1 to 4 ആണ്, 1 മുതൽ 4 വരെ. അപ്പം പാർട്ട് 2 എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പാണ്, പൗരത്വമാണ്, അത് 5 മുതൽ 11 വരെയാണ്. ഓക്കെ, പാർട്ട് 3 എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്, അത് 12 മുതൽ 35 വരെയാണ്. അങ്ങനെ നമ്മൾ ക്ലാസ് ചെയ്ത് പോകും. അപ്പം പാർട്ട് 4 എടുത്താൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അത് 36 to 51 ആണ്, 36 മുതൽ 51 വരെയാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മളൊരു നിയമം പഠിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനെ പാർട്ടുകളായി ക്ലാസിഫൈ ചെയ്താൽ നിയമത്തെ ചാപ്റ്റേഴ്സ് കൊണ്ട് ക്ലാസിഫൈ ചെയ്യും. നിങ്ങൾ ഏതൊരു നിയമം പഠിച്ചാലും ആ നിയമത്തെ എന്തുകൊണ്ട് ക്ലാസിഫൈ ചെയ്യുന്നു? ചാപ്റ്റേഴ്സ് കൊണ്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ നിയമത്തെ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിനെ 8
8 ചാപ്റ്റേഴ്സായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷനെ എത്ര പാർട്ടുകളായി ക്ലാസിഫൈ ചെയ്യുന്നു? അത് 25 ആണ്. കോൺസ്റ്റിറ്റ്യൂഷനെ 25 പാർട്ടുകളായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ, അതുപോലെ നമ്മുടെ ഈ നിയമത്തെ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിനെ നമ്മൾ 8 ചാപ്റ്റേഴ്സായി ക്ലാസിഫൈ ചെയ്യുന്നു. ഈ 8 ചാപ്റ്റേഴ്സിനെ എത്ര സെക്ഷൻസ് കൊണ്ട് ക്ലാസിഫൈ ചെയ്യുന്നു? അത് 43. ഓക്കെ, മാറിപ്പോകരുത്. അപ്പം നിയമത്തെ എത്ര ചാപ്റ്റേഴ്സായി തിരിക്കുന്നു? 8. ആ 8 ചാപ്റ്റേഴ്സിനെ എത്ര സെക്ഷൻസായി തിരിക്കുന്നു? 43 സെക്ഷൻസായി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിയമത്തിൽ 8 ചാപ്റ്ററുകളുണ്ട്, അതുപോലെ 43 സെക്ഷൻസ് ഉണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ 8 ചാപ്റ്റേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, അത് നമുക്ക് ഇതിൽ ചില ചാപ്റ്റേഴ്സ്, ചില അധ്യായങ്ങൾ, നിങ്ങൾ ഏതൊരു നിയമം പഠിച്ചാലും അതിൻ്റെ എല്ലാം ഘടന ഇങ്ങനെയായിരിക്കും. പിന്നെ ചില നിയമങ്ങളിൽ ഷെഡ്യൂൾസ് ഉൾപ്പെട്ടിരിക്കും. ഓക്കെ, എല്ലാ നിയമങ്ങളും ഷെഡ്യൂൾസ് ഉൾപ്പെടണമെന്നില്ല, ചില നിയമങ്ങൾ ഉൾപ്പെട്ടിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ ചാപ്റ്റേഴ്സ്, സെക്ഷൻസ് ഓൾമോസ്റ്റ് എല്ലാ നിയമങ്ങളും കാണും. പിന്നെ ചാപ്റ്റേഴ്സ് ഇല്ലാത്ത നിയമങ്ങളും ഉണ്ട്, സെക്ഷൻസ് ഉറപ്പായിട്ടും കാണും. അപ്പം ഈ നിയമത്തിൽ ചാപ്റ്റേഴ്സ് 8 എണ്ണമാണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രിലിമിനറി ആണ്. പ്രിലിമിനറി പ്രാരംഭികമാണ് പറയുന്നത്. നമ്മൾ ഏതൊരു ലോ പഠിച്ചാലും, ഏതൊരു നിയമം പഠിച്ചാലും അതിൻ്റെ ഏതൊരു നിയമത്തിൻ്റെയും ഒന്നാമത്തെ അധ്യായം, ഒന്നാമത്തെ ചാപ്റ്റർ പറയുന്നത് കോമൺ ടോപ്പിക്കാണ്, കോമൺ സബ്ജക്റ്റാണ് പ്രിലിമിനറി. ഓക്കെ, മീൻസ് പ്രാരംഭികം. തുടക്കത്തിൽ പറയേണ്ട കാര്യങ്ങളെല്ലാം പറയുന്നു. അത് ചാപ്റ്റർ 1-ലാണ്. ഇപ്പോൾ ചാപ്റ്റർ 1 സബ്ജക്റ്റ് പ്രിലിമിനറി. അങ്ങനെ ചാപ്റ്റർ 2 ഓൾമോസ്റ്റ് നിയമങ്ങളെ എല്ലാം ചാപ്റ്റർ 2 അതിൻ്റെ സബ്ജക്റ്റ് ആയിരിക്കും പറയുന്നത്. ഇതിൻ്റെ സബ്ജക്റ്റ് NHRC ആണ്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണ് പറയുന്നത്, NHRC. അപ്പോൾ 2 NHRC. ഓക്കെ, 2 NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ് രണ്ടാമത്തെ ചാപ്റ്റർ പറയുന്നത്. അപ്പോൾ 1 പ്രിലിമിനറി, 2 NHRC. 3 പറയുന്നു പവർ ആൻഡ് ഫങ്ഷൻസ്, ചുമതലകളും അധികാരങ്ങളും. ഓക്കെ, പവർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് കമ്മീഷൻസ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെയൊക്കെ ചുമതലകളും അധികാരങ്ങളുമായി ബന്ധപ്പെട്ട അധ്യായമാണ് അധ്യായം 3, പവർ ആൻഡ് ഫങ്ഷൻസ്, ചുമതലകളും അധികാരങ്ങളും. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത പറയുന്നു 4ാമത്തെ ചാപ്റ്റർ പറയുന്നു, അത് പറയുന്നത് പ്രൊസീജിയറാണ്, നടപടിക്രമങ്ങളാണ് 4 പറയുന്നത്, പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ 1 പ്രിലിമിനറി, 2 NHRC, 3 പവർ ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, 4 പ്രൊസീജിയർ, നടപടിക്രമങ്ങൾ. അങ്ങനെ 5 പറയുന്നത് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, SHRC, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുമായി ബന്ധപ്പെട്ട അധ്യായമാണ് അധ്യായം 5, ചാപ്റ്റർ 5 എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രിലിമിനറി ആണ്, സെക്കൻഡ് NHRC ആണ്, തേർഡ് എന്ന് പറയുന്നത് പവർ ആൻഡ് ഫങ്ഷൻസ് ആണ്, ഫോർത്ത് എന്ന് പറയുന്നത് പ്രൊസീജിയർ ആണ്, ഫിഫ്ത്ത് എന്ന് പറയുന്നത് SHRC ആണ്. പെട്ടെന്ന് നമുക്ക് SHRC, NHRC എന്ന വാക്കുകൾ ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ പിന്നീട് പറയുന്നത് 6th ചാപ്റ്റർ ആണ്, അത് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് കോർട്ടാണ്, മനുഷ്യാവകാശ കോടതികൾ. ഹ്യൂമൻ റൈറ്റ്സ് കോർട്ടുമായി ബന്ധപ്പെട്ട അധ്യായമാണ്, ചാപ്റ്ററാണ് ചാപ്റ്റർ 6th. അപ്പോൾ 5th SHRC, 6th ഹ്യൂമൻ റൈറ്റ്സ് കോർട്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ 7th പറയുന്നത് ഫിനാൻസ്, അക്കൗണ്ട് ആൻഡ് ഓഡിറ്റ്. അപ്പോൾ കമ്മീഷണറുടെ ഫിനാൻസ്, അക്കൗണ്ട് ആൻഡ് ഓഡിറ്റ്, സാമ്പത്തികപരമായ കാര്യങ്ങളെല്ലാം പറയുന്നത് എത്രാമത്തെ ചാപ്റ്റർ? അത് 7ാമത്തെ ചാപ്റ്ററാണ്. 7ാം ചാപ്റ്റർ പറയുന്നു ഫിനാൻസ്, അക്കൗണ്ട് ആൻഡ് ഓഡിറ്റ്. ഓക്കെ, അങ്ങനെയെങ്കിൽ 8 ദ ലാസ്റ്റ് വൺ മിസ്സലേനിയസ്. ഓക്കെ, പല വകയാണ് പറയുന്നത്. എട്ടാമത്തെ ചാപ്റ്റർ പറയുന്നത് മിസ്സലേനിയസ്, പല വക. ഇപ്പോൾ നമ്മൾ ഏതൊരു നിയമം പഠിച്ചാലും 2 കാര്യങ്ങൾ കോമൺ ആയിരിക്കും, അധ്യായങ്ങളുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ കോമൺ ആയിരിക്കും. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ പ്രിലിമിനറി ആയിരിക്കും, ലാസ്റ്റ് ചാപ്റ്റർ മിസ്സലേനിയസ്. ഓക്കെ, ഇത് നമുക്ക് ഏതൊരു അധ്യായത്തിലും, നിങ്ങൾ പഠിക്കുന്ന ഏതൊരു ലോയിലും ഈ മെത്തേഡ് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രിലിമിനറി, ലാസ്റ്റ് ചാപ്റ്റർ മിസ്സലേനിയസ്, പല വക, മറ്റ് കാര്യങ്ങളെ ഉദ്ദേശിക്കുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ അപ്പം ആകെ എത്ര ചാപ്റ്റേഴ്സ്? 8 ചാപ്റ്റേഴ്സ്. ഫസ്റ്റ് വൺ പ്രിലിമിനറി, സെക്കൻഡ് NHRC, തേർഡ് വൺ പവർ ആൻഡ് ഫങ്ഷൻസ്, ഫോർത്ത് പ്രൊസീജിയർ. ഓക്കെ, 5th വൺ എന്ന് പറയുന്നത്, 5th എന്താണ് നമ്മൾ പറയുന്നത്? അത് SHRC ആണ്. 6th ഹ്യൂമൻ റൈറ്റ്സ് കോർട്ടാണ്. 7th നമ്മൾ പറഞ്ഞു ഫിനാൻസ്, അക്കൗണ്ട് ആൻഡ് ഓഡിറ്റ് ആണ്. ഓക്കെ, 8th ആൻഡ് ലാസ്റ്റ് പറയുന്നത് അത് മിസ്സലേനിയസ് ആണ്. അപ്പോൾ ഇത്രയും അധ്യായങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ, അധ്യായങ്ങൾ ചാപ്റ്റേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത എന്തിലേക്ക് കടക്കണം? സെക്ഷൻസ്, മലയാളം
വകുപ്പുകൾ എന്നാണ് കേട്ടോ. വകുപ്പുകൾ, സെക്ഷൻസ് വകുപ്പുകൾ എന്നാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ട സെക്ഷൻസ്, ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് മാത്രമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ 43 പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ച സെക്ഷൻസും അതുപോലെ തന്നെ നമുക്കിതിന് അത്രയും റെലവൻ്റ് ആയിട്ടുള്ള അത്രയും പ്രധാനപ്പെട്ട സെക്ഷൻസ്, ഈ 2 കാറ്റഗറീസ് ഓഫ് സെക്ഷൻസ് ആണ് നമ്മളിവിടെ ഉൾപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ പറയുന്നത് സെക്ഷൻ 1 നമ്മൾ ഇപ്പം ചാപ്റ്റർ 1 പറഞ്ഞതുപോലെ കോമൺ കാര്യങ്ങളായിരിക്കും പറയുന്നത്. ഇവിടെ ചാപ്റ്റർ 1 പറഞ്ഞു പ്രിലിമിനറി, സെക്ഷൻ 1 പറയുന്നു ഷോർട്ട് ടൈറ്റിൽ, എക്സൻ ആൻഡ് കമൻസ്മെൻറ്റ്. ഓക്കെ, അതായത് ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം. ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം. ഓക്കെ, ഈ നിയമത്തിൻ്റെ ചുരുക്കപ്പേര് എന്താണെന്ന് പറയുന്നു, ഷോർട്ട് ടൈറ്റിൽ എന്താണെന്ന് പറയുന്നു. അതായത് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്നാണ് ഈ നിയമത്തിൻ്റെ പേരെന്ന് പറയുന്നു. ചുരുക്കപ്പേര് വ്യാപ്തി, എക്സ്റ്റെൻറ്റ്. ഓക്കെ, ഈ നിയമത്തിൽ ഇന്ത്യയിൽ എവിടൊക്കെ വ്യാപ്തിയുണ്ട്, ഇന്ത്യയിൽ എല്ലായിടത്തും വ്യാപ്തിയുണ്ടെന്ന് പറയുന്നു. 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നിയമത്തിന് വ്യാപ്തിയുണ്ടെന്ന് പറയുന്നു. ഓക്കെ, ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം. ഓക്കെ, കമൻസ്മെൻറ്റ്. ഓക്കെ, പ്രാരംഭം. ഓക്കെ, അത് എന്നു മുതൽ അതിന് പ്രാരംഭമുണ്ട്. 1993 സെപ്റ്റംബർ 28 മുതൽ പ്രാരംഭമുള്ള നിയമമാണ് എന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങൾ പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 1 എന്ന് പറയുന്നത്. സെക്ഷൻ 1 ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം. ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം. അങ്ങനെയെങ്കിൽ സെക്ഷൻ 2 കോമൺ ആണ്, ഓർത്തിരിക്കുക. അത് ഡെഫിനിഷനാണ്. ഡെഫിനിഷൻ, നിർവചനങ്ങൾ. ഡെഫിനിഷൻസ് പറയുന്നു നിർവചനങ്ങൾ. ഇവിടെ നിർവചനം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരിക മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള നിർവചനമാണ് എന്നായിരിക്കും. ഓക്കെ, എന്നാൽ നിയമം, ഏതൊരു നിയമത്തിൻ്റെ സെക്ഷൻ 2 പറയുന്നത് ഏതൊരു നിയമത്തിലും ചില പദവികൾ കാണും, ചില പൊസിഷൻസ് കാണും, ചില വാക്കുകൾ കാണും, ചില വേർഡ്സ് കാണും. അതിനെല്ലാം എക്സ്പ്ലനേഷൻ വേണം, അതെല്ലാം നിർവചനം വേണം. അതിൻ്റെ എല്ലാ നിർവചനങ്ങൾ പറയുന്നതാണ് സെക്ഷൻ 2 എന്ന് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 2 ഡെഫിനിഷൻസ്, നിർവചനങ്ങൾ. നിർവചനം എന്ന വാക്കൽ ഉപയോഗിക്കുന്നു, നിർവചനങ്ങൾ. ഇതിൽ ഒരുപാടുണ്ട്, പ്ലൂറലാണ്, ഒന്നിൽ കൂടുതലുണ്ട്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 1 ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം, ഷോർട്ട് ടൈറ്റിൽസ്, കമൻസ്മെൻറ്റ്, എക്സ്റ്റെൻറ്റ്. ഓക്കെ, 2 എന്ന് പറയുന്നത് ഡെഫിനിഷൻ, 2 ഡെഫിനിഷൻ. ഓക്കെ, 3 സിമ്പിളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം, ഈ സെക്ഷൻ 1ഉം 2ഉം ഒക്കെ വരുന്നത് എത്രാമത് ചാപ്റ്ററിലാണ്? അത് ചാപ്റ്റർ ഫസ്റ്റിലാണ് കേട്ടോ. ചാപ്റ്റർ ഫസ്റ്റിലാണ് വരുന്നത്. കാരണം ഇതെല്ലാം പ്രിലിമിനറി ആയി പറയേണ്ട കാര്യങ്ങളല്ലേ, തുടക്കത്തിൽ തന്നെ പറയേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ചാപ്റ്റർ ഫസ്റ്റിലാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ സെക്ഷൻ 2 കഴിഞ്ഞാൽ അടുത്താണ് സെക്ഷൻ 3, തേർഡ് സെക്ഷൻ. അത് പറയുന്നു NHRC. അപ്പോൾ NHRC എത്രാമത്തെ ചാപ്റ്റർ? ചാപ്റ്റർ 2. ചാപ്റ്റർ 2ൽ വരുന്ന അധ്യായമാണ്, ചാപ്റ്റർ 2ൽ വരുന്ന സെക്ഷനാണ് സെക്ഷൻ 3. അപ്പോൾ സെക്ഷൻ 3 NHRC. സെക്ഷൻ 3 NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഓക്കെ, അങ്ങനെയെങ്കിൽ സെക്ഷൻ 4 അപ്പോയിൻമെൻറ്റ്സ് ഓഫ് ചെയർപേഴ്സൺ ആൻഡ് അതേഴ്സ് മെമ്പേഴ്സ്, അല്ലെങ്കിൽ അതർ മെമ്പേഴ്സ്. ഓക്കെ, അതായത് ചെയർമാൻ്റെ അംഗങ്ങളുടെ നിയമനം, ചെയർമാൻ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 4. അപ്പോൾ സെക്ഷൻ 3 NHRC, സെക്ഷൻ 4 ചെയർമാനെയും മെമ്പേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ സെക്ഷൻ 5 എന്തായിരിക്കും? അപ്പോയിൻറ്റ് ചെയ്താൽ പിന്നെ നമ്മളെന്തോ ചെയ്യണം? ഓക്കെ, അപ്പോയിൻറ്റ് ചെയ്താൽ പിന്നീട് നീക്കം ചെയ്യണം. അതിൻ്റെ കൂടെ റെസിഗ്നേഷനുണ്ട്. റെസിഗ്നേഷൻ ആൻഡ് റിമൂവൽ ഓഫ് ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ്. ഓക്കെ, അംഗങ്ങളെ നീക്കം ചെയ്യലും രാജിയും, അംഗങ്ങളുടെ റെസിഗ്നേഷനും റിമൂവലുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 5 എന്ന് പറയാം. അപ്പം 3 NHRC, 4 അപ്പോയിൻറ്റ് ചെയ്യുന്നു, 5 റിമൂവൽ ആൻഡ് റെസിഗ്നേഷൻ. ഓക്കെ, അങ്ങനെയെങ്കിൽ 6 പറയുന്നത് ടെന്യൂർ, മീൻസ് കാലാവധി. ഓക്കെ, ടേം ഓഫ് ഓഫീസ് ഓഫ് ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ്. ഓക്കെ, അപ്പം അവരുടെ ടേം ഓഫ് ഓഫീസ്, അവരുടെ കാലാവധിയെക്കുറിച്ച് പറയും. കാലാവധി, ടെന്യൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു, അവരുടെ കാലാവധി പറയുന്നു. അപ്പം ടേം ഓഫ് ഓഫീസാണ് ഇവിടെ പറയുന്നത്, സെക്ഷൻ 6ൽ പറയും കാലാവധി. അപ്പം നമുക്ക് ഓർത്തിരിക്കാൻ സിമ്പിളാണ്. 1 ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം. 2 നിർവചനം, ഡെഫിനിഷൻ. 3 NHRC. ഓക്കെ, 4 അപ്പോയിൻമെൻറ്റ്സ്. 5 റിമൂവൽ ആൻഡ് റെസിഗ്നേഷൻ. ഓക്കെ, 6 ടേംസ് ഓഫ് ഓഫീസ്. ഓക്കെ, അതിൻ്റെ കാലാവധിയെക്കുറിച്ച് പറയുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ പിന്നെ നമ്മളുള്ള സെക്ഷൻ 12 ആണ്. അപ്പോൾ 12th സെക്ഷൻ പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ദ കമ്മീഷൻ. ഓക്കെ, കമ്മീഷൻ ചുമതലകളാണ്, 12 ചുമതലകളാണ്. അപ്പം ഈ ഫങ്ഷൻസ് എത്രാമത്തെ ചാപ്റ്റർ? ചാപ്റ്റർ 3-ാം ചാപ്റ്റർ. നമ്മൾ പറഞ്ഞില്ലേ പവർ ആൻഡ് ഫങ്ഷൻസ്, അതിൽ ഫങ്ഷൻസാണ് പറയുന്നത്. 12ൽ പറയുന്നു ഫങ്ഷൻസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ 12 കഴിഞ്ഞാൽ
13 ഓർത്തിരിക്കുക, 13 പവേഴ്സ് റിലേറ്റിംഗ് ടു എൻക്വയറീസ്, അല്ലെങ്കിൽ പവർ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അധികാരങ്ങൾ. 12 ഫങ്ഷൻസ്, 13 പവർ. ഫങ്ഷൻസ് ആൻഡ് പവർ എന്നാണ് പറഞ്ഞത്. അപ്പം 12 ഫങ്ഷൻസ്, 13 പവർ. ഓക്കെ, 14 ഓർത്തിരിക്കുക, 14 ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണം. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 14 എന്ന് പറയുന്നത്. 14 ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ 1 ഷോർട്ട് ടൈറ്റിൽ കമൻസ്മെൻറ്റ്, ഓക്കെ, 2 ഡെഫിനിഷൻ, ഓക്കെ, 3 NHRC, 4 അപ്പോയിൻമെൻറ്റ്, ഓക്കെ, 5 റിമൂവൽ ആൻഡ് റെസിഗ്നേഷൻ, 6 ടേം ഓഫ് ഓഫീസ്, കാലാവധി, ഓക്കെ, 12 ഫങ്ഷൻസ്, 13 പവർ, 14 ഇൻവെസ്റ്റിഗേഷൻ. നെക്സ്റ്റ് കൊടുത്തിരിക്കുക, നെക്സ്റ്റ് 20 ഓക്കെ, സെക്ഷൻ 20 പറയുന്നു ആനുവൽ റിപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ആനുവൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ആനുവലിൻ്റെ സ്പെഷ്യൽ റിപ്പോർട്ട്, അതായത് NHRCയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 20 കേട്ടോ. ഇത് കമ്മീഷൻ എന്ന് പറയുന്നത് NHRC ആണ്. NHRCയുടെ ആനുവൽ റിപ്പോർട്ട് ഓർ സ്പെഷ്യൽ റിപ്പോർട്ട്. ഓക്കെ, അപ്പോൾ രണ്ടും ആനുവൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടോ സ്പെഷ്യൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടോ സെക്ഷൻ ചോദിച്ചാൽ, NHRC ചോദിച്ചാൽ അത് 20. പെട്ടെന്ന് പറയാൻ ആനുവൽ റിപ്പോർട്ട് ഓഫ് NHRC. ഓക്കെ, അങ്ങനെയെങ്കിൽ സെക്ഷൻ 21 ഓർത്തിരിക്കുക. 21 പറയുന്നു അത് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഓക്കെ, അപ്പോൾ NHRC എത്രാം സെക്ഷൻ? NHRC സെക്ഷൻ 3. ഓക്കെ, SHRC സെക്ഷൻ അത് 21. 2 കൂട്ടിയാൽ 3. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ 3 NHRC, ഓക്കെ, 21 SHRC സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. അങ്ങനെയെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും 22 എന്തായിരിക്കും? അത് അപ്പോയിൻറ്റ് ചെയ്യുന്നു, ചെയർപേഴ്സണെ മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, 22. അപ്പോൾ 23 ആയിരിക്കും റിമൂവൽ റെസിഗ്നേഷൻ. ഓക്കെ, അവരെ നീക്കം ചെയ്യുന്നു രാജിക്കത്ത്, റെസിഗ്നേഷനുമായിട്ട് ബന്ധപ്പെട്ട് 23. അപ്പോൾ 24 എന്തായിരിക്കും? അത് ടേം ഓഫ് ഓഫീസ്, കാലാവധിയാണ്. ഓക്കെ, അതായത് നമ്മൾ NHRCയുടെ അതേ പാറ്റേൺ SHRCയിലും ഫോളോ ചെയ്യുന്നു എന്നോർത്ത് വെച്ചാൽ മതി. അതായത് 3 NHRC, 4 നിയമനം, 5 നീക്കം ചെയ്യുന്ന രാജ്യം, 6 കാലാവധി. അതുപോലെയുള്ള ഇവിടെയും 21 SHRC, 22 നിയമനം, 23 നീക്കം ചെയ്യലും രാജ്യം, 24 കാലാവധി. ഓക്കെ, അങ്ങനെയെങ്കിൽ 28 ആനുവൽ റിപ്പോർട്ട്. 28 പറയുന്നു ആനുവൽ റിപ്പോർട്ട്. 28 ആനുവൽ റിപ്പോർട്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ഓർത്തിരിക്കുക, നെക്സ്റ്റ് 30 സെക്ഷൻ 30 ഇമ്പോർട്ടൻ്റ് ആണ്. അത് മനുഷ്യാവകാശ കോടതിയാണ്, ഹ്യൂമൻ റൈറ്റ്സ് കോർട്ടുമായി ബന്ധപ്പെട്ട. ഹ്യൂമൻ റൈറ്റ്സ് കോർട്ടുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ ഏത്? സെക്ഷൻ 30 ഹ്യൂമൻ റൈറ്റ്സ് കോർട്ട്. അപ്പം ഹ്യൂമൻ റൈറ്റ്സ് കോർട്ട് സെക്ഷൻ 30. ഓക്കെ, നെക്സ്റ്റ് എടുക്കുക സെക്ഷൻ 31 സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആണോ? സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. ഓക്കെ, നമുക്കറിയാം ആരാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഥവാ പ്രോസിക്യൂട്ടർ. നമുക്ക് വാഹനങ്ങളൊക്കെ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ചിലപ്പം കാറിൻ്റെ ബാക്കിലൊക്കെ കാണും പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നൊക്കെ നമ്മൾ കാണും അല്ലേ? ഓക്കെ, അപ്പം പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് വെച്ചാൽ സംഭവമാണ് ഇത്രയേ ഉള്ളൂ. ഒരു കേസിലെ ഇരയ്ക്ക് വേണ്ടി ഹാജരാവുന്ന സർക്കാർ അഭിഭാഷകനെ, അഡ്വക്കേറ്റിനെ വിളിക്കുന്നവരാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ. അങ്ങനെയെങ്കിൽ നമ്മൾ മറ്റു കാര്യം അറിഞ്ഞിരിക്കുക, ഈ നിയമപ്രകാരം ഒരാളെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കണമെങ്കിൽ അദ്ദേഹത്തിന് എത്ര വർഷത്തിൽ കുറയാത്ത അഭിഭാഷക വൃത്തിയിൽ പരിചയം ഉണ്ടായിരിക്കണം? അദ്ദേഹത്തിന് 7 വർഷം, ദ മിനിമം 7 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 7 വർഷത്തിൽ കുറയാത്ത പരിജ്ഞാനമുള്ള ഒരു അഭിഭാഷകനെ ആയിരിക്കും നമ്മൾ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കുക. സെക്ഷൻ ഏത് പ്രകാരം? സെക്ഷൻ 31 പ്രകാരം. ഓക്കെ, 30 ഹ്യൂമൻ റൈറ്റ്സ് കോർട്ട്, 31 പബ്ലിക് പ്രോസിക്യൂട്ടർ. എത്ര വർഷം മിനിമം? അത് 7 വർഷമാണ്. 7 വർഷം. അതിന് 32 പറയുന്നു ഗ്രാൻഡ്സ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം. നമുക്കറിയാം കമ്മീഷന് പ്രവർത്തിക്കാൻ പണം ആവശ്യമാണല്ലേ? പണം ആവശ്യമാണ്. അവർക്ക് ശമ്പളം കൊടുക്കണം, വേറെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കണം, അതിനുവേണ്ടി സഹായം നൽകണം. അപ്പോൾ തീർച്ചയായിട്ടും അതിന് പണം ആവശ്യമായി വരും. അപ്പോൾ അത് നൽകുന്നത് ഇപ്പോൾ NHRC ആണെങ്കിൽ തീർച്ചയായിട്ടും ഫണ്ട് നൽകുന്നവരെ കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്ന ആ ഫണ്ടിനെ വിളിക്കുന്ന പേരാണ് ഗ്രാൻഡ്. അപ്പോൾ ഗ്രാൻറ്റുമായി ബന്ധപ്പെട്ട സെൻട്രൽ ഗവൺമെൻറ് ഗ്രാൻറ്റുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 32. 32 എന്ന് പറയുന്നു. അപ്പോൾ 32 കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായമാണെങ്കിൽ, സെൻട്രൽ ഗവൺമെൻറ് ഗ്രാൻഡ് ആണെങ്കിൽ, ഓക്കെ, 33 ആയിരിക്കും സ്റ്റേറ്റ് ഗവൺമെൻറ് ഗ്രാൻഡ് ആണ്. ഓക്കെ, അപ്പം ഗ്രാൻഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് അവർ ഗ്രാൻഡ് നൽകുന്നു. അപ്പം 32 എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം. 33 പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായം. ഓക്കെ, അങ്ങനെ 34
34 ഓർത്തിരിക്കുക, അക്കൗണ്ട് ആൻഡ് ഓഡിറ്റ് ഓഫ് NHRC. ഓക്കെ, NHRCയുടെ അക്കൗണ്ട് ഓഡിറ്റുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 34 എന്ന് പറയുന്നത്, സെക്ഷൻ 34. ഓക്കെ, അങ്ങനെ 35 എന്തായിരിക്കും? സിമ്പിൾ നമുക്ക് പറയാം. 35 അത് SHRCയുടെ അക്കൗണ്ട് ഓടിച്ചു. അപ്പം 34 എന്ന് പറയുന്നത് NHRCയുടെ അക്കൗണ്ട് ഓടിച്ചും 35 എന്ന് പറയുന്നത് SHRCയുടെ അക്കൗണ്ട് ഓടിച്ചും. ഓക്കെ, അപ്പം 32 മുതൽ 35 വരെ പഠിക്കാൻ സിമ്പിളാണ്. 32 സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ്. ഓക്കെ, 33 സ്റ്റേറ്റ് ഗവൺമെൻറ് ഗ്രാൻഡ്, 34 NHRCയുടെ അക്കൗണ്ട് ഓടിച്ചും, 35 SHRCയുടെ അക്കൗണ്ട് ഓടിച്ചുമാണ്. ഇത്രയും പ്രധാനപ്പെട്ട സെക്ഷൻസ് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. അപ്പം പറഞ്ഞ സെക്ഷൻസ് നമുക്ക് ഒന്നുകൂടെ ഓർത്തെടുക്കാം. സെക്ഷൻ 1 ഒന്നുകൂടെ പറയാം. ഒന്നുകൂടെ പറയുന്നത് മാക്സിമം കാര്യങ്ങൾ നമ്മൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിൽസ് കമൻസ്മെൻറ്റ്, 2 ഡെഫിനിഷൻസ്, 3 NHRC, 4 ചെയർമാൻ അംഗങ്ങളുടെ അപ്പോയിൻമെൻറ്റ്. ഓക്കെ, അങ്ങനെയെങ്കിൽ 5 റിമൂവൽ ആൻഡ് റെസിഗ്നേഷൻ. ഓക്കെ, 6 ടേം ഓഫ് ഓഫീസ്. ഓക്കെ, 12 നമ്മൾ പറഞ്ഞു എന്താണ് ഫങ്ഷൻസ് ആണ്, 13 പവറാണ്, 14 ഇൻവെസ്റ്റിഗേഷനാണ്, 20 ആനുവൽ റിപ്പോർട്ട് ഓഫ് NHRC. ഓക്കെ, 21 നമ്മൾ പറഞ്ഞു SHRC ആണ്, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഓക്കെ, 22 അപ്പോയിൻമെൻ്റ് ആണ്, 23 റിമൂവൽ ആൻഡ് റെസിഗ്നേഷൻ ആണ്, 24 ടേം ഓഫ് ഓഫീസാണ്, 28 ആനുവൽ റിപ്പോർട്ട് ഓഫ് SHRC. ഓക്കെ, 30 ഹ്യൂമൻ റൈറ്റ്സ് കോർട്ട്, 31 പബ്ലിക് പ്രോസിക്യൂട്ടർ, എത്ര വർഷം? 7 വർഷത്തിൽ കുറയാത്ത പുറത്ത് പരിചയം ഉണ്ടായിരിക്കണം. ഓക്കെ, 32 നമ്മൾ പറയുന്നു, 32 എന്തനുവദിക്കുന്നു? 32 സെൻട്രൽ ഗവൺമെൻറ് ഗ്രാൻഡ് അനുവദിക്കുന്നു. ഓക്കെ, 33 സ്റ്റേറ്റ് ഗവൺമെൻറ് ഗ്രാൻഡ് അനുവദിക്കുന്നു. 34 നമ്മൾ പറഞ്ഞു, 34 എന്താ പറഞ്ഞത്? അത് NHRCയുടെ അക്കൗണ്ട് ഓഡിറ്റ്. ഓക്കെ, 35 SHRCയുടെ അക്കൗണ്ട് ഓഡിറ്റും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യം. ഓക്കെ, ദിസ് ആക്ട് വാസ് അമെൻഡഡ് ഇൻ ഏതൊക്കെ, എത്ര തവണ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം? ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അമെൻഡ് ചെയ്തിട്ടുണ്ട്, ഭേദഗതി ചെയ്തിട്ടുണ്ട്. അത് 2 തവണയാണ്. ഓർത്തിരിക്കുക, 2006-ലും 2019-ലുമാണ്. 2019-ലാണ് നമ്മുടെ ഇന്ത്യയിലെ ഒട്ടുമിക്ക നിയമങ്ങൾ അമെൻഡ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, പോക്സോ ആക്ട്, അതുപോലെ പുതിയൊരു നിയമം വരുന്നു, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 86 നിയമത്തിന് പകരം 2019 മറ്റൊരു നിയമം വരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ 2019-ൽ പല നിയമങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിലും കൊണ്ടുവന്നു. അത് 2 തവണ കൊണ്ടുവന്നു, 2006, 2019. ഈ 2019-ലാണ് കാതലായിട്ടുള്ള മാറ്റങ്ങൾ, പ്രധാനപ്പെട്ട മാറ്റങ്ങളൊക്കെ അവർ കൊണ്ടുവരുന്നത്. ഓക്കെ, അത് എന്തായാലും നമ്മൾ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അതുപോലെ നമ്മൾ പറയുന്നത് ഇനി നിയമം കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ചാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ആദ്യ ചോദ്യം, ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്തിന് എക്സാമ്പിളാണ്? ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഓർ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഓർ അഡ്വൈസറി ബോഡി? അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? ഒരു ഭരണഘടനാ സ്ഥാപനമാണോ? അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ? അതൊരു നിയമപരമായ സ്ഥാപനമാണോ? ഓക്കെ, അതൊരു അഡ്വൈസറി ബോഡിയാണ്, അതൊരു ഉപദേശക സമിതിയാണ് വെച്ചാൽ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. അതായത് ആ വാക്കിൽ തന്നെയുണ്ട് സ്റ്റാറ്റ്യൂട്ടറി. നമ്മൾ സിനിമയെ കാണാൻ തിയേറ്ററിൽ പോകുമ്പം ആദ്യം ഒരു വാചകം എഴുതി കാണിക്കണം, സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് എന്ന് എഴുതി കാണിക്കാറുണ്ട് അല്ലേ? അതിൻ്റെ താഴെ തന്നെ ഒരു മലയാളം കൊടുത്തിരിക്കും, നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി എന്ന് വെച്ചാൽ നിയമപ്രകാരം എന്നാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. നിയമനിർമ്മാണ സഭ നിർമ്മിക്കുന്ന ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്? ഇന്ത്യൻ ഭരണഘടനയിൽ വളരെ വ്യക്തമായി പരാമർശിക്കുന്ന സ്ഥാപനങ്ങളെ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നറിയപ്പെടുന്നു. അതെങ്ങനെ പ്രവർത്തിക്കണമെന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ, നമ്മുടെ ഭരണഘടനയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ടാവും. അത്തരം സ്ഥാപനങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഫോർ എക്സാമ്പിൾ, എക്സാമ്പിൾ ബൈ ഇലക്ഷൻ കമ്മീഷൻ, UPSC, SC കമ്മീഷൻ, ST കമ്മീഷൻ, NCBC, ഫിനാൻസ് കമ്മീഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, ഓക്കെ, തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം, ഫിനാൻസ് കമ്മീഷൻ പോലുള്ള സ്ഥാപനങ്ങളെല്ലാം ഇതിന് എക്സാമ്പിളാണ്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസാണ്. അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി നമ്മൾ പറഞ്ഞു, നിയമത്താൽ സ്ഥാപിതമാകുന്ന സ്ഥാപനങ്ങൾ, പാർലമെൻറ്റ് പാസ്സാക്കുന്ന അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന സ്ഥാപനങ്ങളാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, അതുപോലെ ഇൻഫർമേഷൻ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, അതുപോലെ മൈനോറിറ്റി കമ്മീഷൻ, അതുപോലെ ബാലാവകാശ കമ്മീഷൻ, ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ വനിതാ കമ്മീഷൻ, ലോക്പാല്,
ഓക്കെ, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഓക്കെ, ഇതെല്ലാം ഇതിന് എക്സാമ്പിളാണ്. അതെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ബോഡീസാണ്. ഓക്കെ, അങ്ങനെയൊക്കെ തന്നെ അഡ്വൈസറി ബോഡീസ് ബാക്കി തന്നെയുണ്ട്. സർക്കാരിന് ഉപദേശം നൽകുന്ന സമിതികളാണ് അഡ്വൈസറി ബോഡീസ്. അപ്പോൾ ഇതിൽ ഈ നമ്മളെ ഈ 3 കാറ്റഗറീസ് ഓഫ് കമ്മീഷൻ എടുത്തു കഴിഞ്ഞാൽ അധികാരം ഏറ്റവും കുറവുള്ള സ്ഥാപനമാണ് ഈ അഡ്വൈസറി ബോഡി. അതുപോലെ അവർക്ക് ഉപദേശിക്കുന്ന അധികാരമാണുള്ളത്. ഫോർ എക്സാമ്പിൾ നീതി ആയോഗ്, ഭരണപരിഷ്കാര കമ്മീഷൻ, ഓക്കെ, അങ്ങനെയുള്ള കമ്മീഷൻസൊക്കെ അഡ്വൈസറി ബോഡീസാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ചാണ്. നമ്മൾ ആദ്യ ചോദ്യം ഇതിൻ്റെ എക്സാമ്പിളാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ ഏതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും? നിർബന്ധമായ ഒരു നിയമം. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ നിയമമാണ്. നിയമമുണ്ടായിരിക്കും. നമുക്കറിയാം 1993 ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിലവിലുന്നത്. ഓക്കെ, അത് നിലവിലാൻ കാരണമായ സെക്ഷൻ നിയമത്തിൽ എത്രാം സെക്ഷൻ പ്രകാരം നമ്മൾ പറഞ്ഞതാണ്? സെക്ഷൻ ഓർത്തിരിക്കുക, സെക്ഷൻ 3 പ്രകാരം. സെക്ഷൻ 3 പ്രകാരമാണ് കമ്മീഷൻ നിലവിലുള്ളത്. സെക്ഷൻ 3 പ്രകാരം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ സെക്ഷൻ 3 പ്രകാരം എന്ന് വന്നു എന്ന് ഓർത്തിരിക്കുക. അത് 1993 1993 ഒക്ടോബർ 12-നാണ്. 1993 ഒക്ടോബർ 12. അപ്പം നിയമം വന്നത്, ആക്ട് വന്നത് 1993 സെപ്റ്റംബർ 28-നാണ്. ഓക്കെ, സെപ്റ്റംബർ കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസമാണ് ഒക്ടോബർ. സെപ്റ്റംബർ 28-ന് ആക്റ്റും ഒക്ടോബർ 12-ന് ഈ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ വന്നു. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അതുപോലെ നമ്മുടെ ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലയുള്ള ഒരു മന്ത്രാലയം, ഒരു മിനിസ്ട്രി ഉണ്ട്. അത് സെൻട്രൽ ഹോം അഫയേഴ്സാണ്. അതായത് നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. ആഭ്യന്തര മന്ത്രാലയത്തിനാണ് ഇതിൻ്റെ ചുമതലയുള്ളത്. അതുപോലെ നിലവിൽ മന്ത്രി കൊടുത്തിരിക്കുക, നിലവിൽ ആഭ്യന്തരമന്ത്രി, ഹോം മിനിസ്റ്റർ എന്ന് പറയുന്നത് അമിത്ഷായാണ്. അപ്പോൾ ഈ കമ്മീഷന് ചുമതലയുള്ള മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയമാണ്. അതിൻ്റെ മന്ത്രി, മിനിസ്റ്റർ എന്ന് പറയുന്നത് അമിത്ഷായാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ അടുത്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് റിട്ടേൺ റെക്കോർഡ് മെൻഷൻഡ് എബൌട്ട് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ആദ്യമായി പരാമർശിക്കപ്പെട്ട നിയമരേഖ, ഫസ്റ്റ് റിട്ടേൺ റെക്കോർഡ് ഏതാണെന്നാണ്. മനുഷ്യാവകാശങ്ങൾ ചോദിച്ചാലും, ഹ്യൂമൻ റൈറ്റ്സ് ചോദിച്ചാലും, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ചോദിച്ചാലും, മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പരാമർശിക്കപ്പെട്ട ആദ്യ നിയമരേഖ ചോദിച്ചാലും, അതുപോലെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പരാമർശിക്കപ്പെട്ട ആദ്യ നിയമരേഖ ചോദിച്ചാലും, ഇതിൻ്റെ എല്ലാം ആൻസർ ഒന്ന് തന്നെയാണ്. ഓക്കെ, ആ നിയമരേഖയാണ്, ആ റിട്ടൺ റെക്കോർഡാണ് മാഗ്ന കാർട്ട. അപ്പം മനുഷ്യാവകാശങ്ങളെക്കുറിച്ചായിക്കോട്ടെ, മൗലിക അവകാശങ്ങളെക്കുറിച്ചായിക്കോട്ടെ പരാമർശിക്കപ്പെട്ട ആദ്യ നിയമരേഖയാണ് മാഗ്ന കാർട്ട. ഓക്കെ, മാഗ്ന കാർട്ട. ഈ മാഗ്ന കാർട്ട എന്ന് പറയുന്നത് ഏത് ഭാഷയിൽ നിന്ന് വന്നിരിക്കുന്ന പദമാണ്? ഓറിജിൻ ഫ്രം വിച്ച് ലാംഗ്വേജ്? ഏത് ഭാഷയിൽ നിന്നാണ് മാഗ്ന കാർട്ട എന്ന വാക്ക് ഉടലെടുത്തിരിക്കുന്നത്? അത് നമ്മൾ മനസ്സിലേക്ക് പല ഭാഷകൾ വരാം. അതിന് റൈറ്റ് ആൻസർ ലാറ്റിനാണ്. ഓക്കെ, ലാറ്റിൻ ഭാഷയിൽ നിന്നുമാണ് മാഗ്ന കാർട്ട എന്ന വാക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ മാഗ്ന കാർട്ട എന്ന വാക്കിന് അതിനർത്ഥം ഓർത്തിരിക്കുക, ദ ഗ്രേറ്റ് ചാർട്ടർ എന്നാണ്. ദ ഗ്രേറ്റ് ചാർട്ടർ, മഹത്തായ രേഖ, മഹത്തായ പ്രമാണം, മഹത്തായ ഉടമ്പടി എന്നൊക്കെ ദ ഗ്രേറ്റ് ചാർട്ടർ എന്നാണ്. ഓക്കെ, ഈ വാക്കിനർത്ഥം. അപ്പം ഈ ആശയം ആദ്യമായി പരാമർശിക്കുന്ന റിട്ടേൺ റെക്കോർഡാണ് മാഗ്ന കാർട്ട. അത് ഏത് ലാംഗ്വേജാണ്? ലാറ്റിൻ വേർഡാണ്. ഓക്കെ, അതിനർത്ഥം ദ ഗ്രേറ്റ് ചാർട്ടർ, മഹത്തായ രേഖ എന്നാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ സൈൻഡ് ഓൺ, ഓക്കെ, ഇത് ഒപ്പുവെച്ചത് മാഗ്ന കാർട്ട നമ്മൾ പറഞ്ഞു, അതൊരു ഉടമ്പടിയാണ്, ഒരു എഗ്രിമെൻ്റ് ആണ്. ഈ എഗ്രിമെൻ്റ് ഒപ്പുവെച്ചത് എന്നാണ്. ഈ എഗ്രിമെൻ്റ് ഒപ്പുവെച്ചത് അത് 1215 ജൂൺ 15-നാണ്. 1215 ജൂൺ 15-നാണ് ഇത് ഒപ്പുവെച്ചത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇത് ഒപ്പുവെച്ച രാജാവ്, ആ രാജാവിൻ്റെ പേര് ഓർത്തിരിക്കുക, അത് ജോൺ സെക്കൻഡ് എന്നാണ്. ആ കിങ്ങിൻ്റെ പേരാണ് ജോൺ സെക്കൻഡ്. അദ്ദേഹം ഇംഗ്ലണ്ടിലെ ഒരു രാജാവായിരുന്നു ജോൺ സെക്കൻഡ്. അദ്ദേഹമാണ് ഈ മാഗ്ന കാർട്ട എന്ന ഈ ഉടമ്പടി, ഈ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ ഒപ്പുവെച്ച സ്ഥലം ഓർത്തിരിക്കുക, സ്ഥലത്തിൻ്റെ പേരാണ് റെണ്ണിമിഡ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഇത് ഇംഗ്ലണ്ടിലെ ഒരു മൈതാനമായിരുന്നു റെണ്ണിമിഡ് മൈതാനം. ഈ റെണ്ണിമിഡ് മൈതാനത്ത് ഈ ജോൺ സെക്കൻഡ് എന്ന് പറയുന്ന രാജാവിനെ അവിടെ ജനങ്ങൾ തടഞ്ഞു വെക്കുകയും അവരുടെ അവകാശ പത്രികയായ
അവിടുത്തെ ബിൽസ് ഓഫ് റൈറ്റ്സ് ആയ അവരുടെ അവകാശ പത്രികയായ മാഗ്ന കാർട്ടയിൽ ഇദ്ദേഹത്തെ കൊണ്ട് ഒപ്പുവയ്ക്കുകയും ചെയ്തു. അതാണ് ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഈ ആദ്യമായി പരാമർശിക്കപ്പെട്ട റിട്ടേൺ റെക്കോർഡാണ് മാഗ്ന കാർട്ട. അത് ലാറ്റിൻ വേർഡാണ്. അതിനർത്ഥം ദ ഗ്രേറ്റ് ചാർട്ടർ എന്നാണ്. അത് സൈൻ ചെയ്ത് 1215 ജൂൺ 15 രാജാവിൻ്റെ പേര് ജോൺ സെക്കൻഡാണ്. ആ സ്ഥലം ഒപ്പുവെച്ച സ്ഥലം റണ്ണിമീഡ് ഗ്രൗണ്ടാണ്, റണ്ണിമീഡ് മൈതാനമാണ്. അത് ഇംഗ്ലണ്ടിലാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ വെൻ വാസ് ദ UN ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്? അതായത് UN മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് എന്നാണ്. UN മീൻസ് യുണൈറ്റഡ് നേഷൻ എന്നാണ്. ഓക്കെ, ഐക്യരാഷ്ട്രസഭയാണ് UN മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. നമുക്കറിയാം UN രൂപം കൊണ്ടതെന്നാണ്. അത് 1945 ഒക്ടോബർ 24 ഓക്കെ, UN മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് അത് 3 വർഷങ്ങൾക്ക് ശേഷമാണ്. അത് 1948 ഓക്കെ, 1948 ഡിസംബർ 10 UN മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത്. അപ്പോൾ UN മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് 1948 ഡിസംബർ 10. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ അന്തർദേശീയ മനുഷ്യാവകാശ ദിനം ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ, ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ്. അത് ഡിസംബർ 10. ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ് ഡിസംബർ 10. ഓക്കെ, അങ്ങനെയെങ്കിൽ അത് ഏത് വർഷം മുതലാണ് നമുക്ക് ആചരിച്ചു വന്നത്? നമ്മളത് ആചരിക്കുന്നത് ഏത് വർഷം മുതലാണ് എന്നുകൂടെ ഓർത്തിരിക്കുക. അത് 1950 മുതലാണ് കേട്ടോ. 1950 മുതൽ 1950 മുതൽ നമ്മൾ ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് എന്താ ആചരിക്കുന്നു? ഡിസംബർ 10 ആചരിക്കുന്നുണ്ടോ? ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ എന്ന് പറഞ്ഞാൽ ഡിസംബർ 10. ഡിസംബർ 10 അത് ആചരിക്കുന്നത് 1950, സിൻസ് 1950 ആണ്. 1950 മുതലാണ് നമ്മളങ്ങനെ ആചരിക്കുന്നത്. എന്നാൽ UN മനുഷ്യാവകാശ പ്രഖ്യാപനം ഡിക്ലറേഷൻ നടത്തിയത് 1940 ഡിസംബർ 10. നമ്മൾ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിച്ച് തുടങ്ങിയത് 1950 വളരെ വളരെ വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. നമുക്ക് പ്രീവിയസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം NHRC എന്നതിന് എക്സാമ്പിൾ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ എത്രാം സെക്ഷൻ പ്രകാരം വന്നു? അത് സെക്ഷൻ 3 പ്രകാരം വന്നു. എന്ന് വന്നു? 1993 സെപ്റ്റംബർ 28 വന്നത്. ഇറ്റ് കെയിം ഇൻ എഫക്റ്റ് 28 സെപ്റ്റംബർ 1993. ഓക്കെ, ഇതിൻ്റെ ചുമതലയുള്ള മന്ത്രാലയം ഹോം അഫയേഴ്സ് ആണ്. ഓക്കെ, ആഭ്യന്തര മന്ത്രാലയമാണ്. മിനിസ്റ്റർ അത് അമിത്ഷായാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞ ഈ നിയമം എത്ര തവണ അമെൻമെൻറ്റ് ചെയ്തു? അമെൻമെൻറ്റ് ചെയ്ത് 2 തവണയാണ്, 2 times ആണ്. ഏതൊക്കെയാണ്? അത് 2006, 2019. ഓക്കെ, 6th അതുപോലെ 19 ഇത് അമെൻമെൻറ്റ് ചെയ്തത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഈ UN മനുഷ്യാവകാശ പ്രഖ്യാപനം ഹ്യൂമൻ റൈറ്റ്സ് റെഗുലേഷൻ നടത്തിയത് അത് 1940 ഡിസംബർ 10. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഡിസംബർ 10 ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആചരിക്കുന്നു. അത് ഏത് വർഷം മുതലാണ്? സിൻസ് 1950 മുതലാണ്, 1950 മുതലാണ്. ഓക്കെ, അങ്ങനെങ്കിൽ ഈ NHRC അറിയപ്പെടുന്ന മറ്റൊരു പേര്, ഇന്നൊരു വിശേഷണം ഉണ്ടല്ലോ, ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ NHRC ഈസ് ഓൾസോ നോൺ ആസ് വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാർ. അങ്ങനെ ഇത് വാച്ച് ഡോഗ് ഓഫ് മെറിറ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. വാച്ച് ഡോഗ് മീൻസ് കാവൽക്കാരൻ എന്നാണ്. വാച്ച് ഡോഗ് ഓഫ് മെറിറ്റ് സിസ്റ്റം, മെറിറ്റ് സമ്പ്രദായത്തിൻ്റെ കാവൽക്കാരൻ, അതാണെങ്കിൽ UPSC ആണ്. വാച്ച് ഡോഗ് ഓഫ് മെറിറ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ, അത് UPSC. എന്നാൽ വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ, അതാണ് നമ്മുടെ NHRC എന്ന് പറയുന്നത്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ പറഞ്ഞതാണ് NHRC ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓക്കെ, ഹ്യൂമൻ റൈറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? അതായത് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗം അത് പാർട്ട് നമ്മൾ പ്രയാസമില്ലാതെ തന്നെ പറയാം, അത് പാർട്ട് 3. കാരണം അവിടെയാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് വെച്ചാൽ മനുഷ്യന് ബേസിക്കലി നിർബന്ധമായി കമ്പൽസറി ആയിട്ട് ലഭിക്കേണ്ട അവകാശങ്ങൾ നമ്മൾ വിളിക്കുന്നവരാണ് മൗലികാവകാശം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതായത് ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ ഭരണഘടന ഒരു പൗരന് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളെ വിളിക്കുന്ന പേരാണ് മൗലികാവകാശങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും മൗലികാവകാശങ്ങൾ എന്താണ്? ഒരു മനുഷ്യാവകാശം കൂടിയാണ്. എൻ്റെയും നിങ്ങളുടെ എല്ലാം മൗലികാവകാശങ്ങൾ നമ്മുടെ എന്തുകൂടിയാണ്? മനുഷ്യാവകാശം കൂടിയാണ്. നമുക്ക് പൗരന് ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളല്ലേ മൗലികാവകാശങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മൗലികാവകാശം എന്താകുന്നു? ഒരു മനുഷ്യാവകാശമാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയൂടെ പറയാം, മനുഷ്യാവകാശങ്ങളെക്കുറിച്ച്, ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് പരാമർശിക്കുന്ന
കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് വെച്ചാൽ പാർട്ട് 3 പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് സബ്ജക്റ്റ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് പാർട്ട് 3 എന്ന് പറയുന്നത്. ഓക്കെ, പാർട്ട് 3 ആർട്ടിക്കിൾ 12 to 35, 12 to 35 ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് NHRC എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ 12th October 1993 അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993. 1993 ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 1993 ഒക്ടോബർ 1 കമ്മീഷൻ നിലവിൽ വന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ പറഞ്ഞാണ് NHRC ഈസ് ദ വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ, അറിയപ്പെടുന്നത് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യം, ഇറ്റ് കൺസിസ്റ്റ്, ഈ കമ്മീഷനിൽ എത്ര മെമ്പേഴ്സ് ഉൾപ്പെട്ടിരിക്കുന്നു? ഇറ്റ് കൺസിസ്റ്റ് ഹൗ മെനി മെമ്പേഴ്സ്? ഓക്കെ, ചോദിച്ചാൽ പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് 6 മെമ്പേഴ്സ് ഇൻക്ലൂഡിങ് ചെയർമാൻ. ഓക്കെ, അതായത് ചെയർമാൻ ഉൾപ്പെടെ 6 അംഗങ്ങൾ. ഓക്കെ, അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് 6 മെമ്പേഴ്സ് ഇൻക്ലൂഡിങ് ചെയർമാൻ, ചെയർമാൻ ഉൾപ്പെടെ 6 അംഗങ്ങളുണ്ട്. ഓക്കെ, അതുപോലെ നമ്മൾ പറഞ്ഞാണ് ഈ നിയമം, ഈ ആക്ട് എത്ര തവണ അമെൻഡ് ചെയ്തു? 2 തവണ ചെയ്തു. 2006 ചെയ്തു, 2019 ചെയ്തു. അങ്ങനെ 2019 അമെൻമെൻറ്റിന് മുമ്പ്, ബിഫോർ ദ അമെൻമെൻറ്റ് ഓഫ് 2019, 5 മെമ്പേഴ്സ് ഇൻക്ലൂഡിങ് ചെയർമാൻ 5 മെമ്പേഴ്സ്. ഇവിടെ ഇൻക്ലൂഡിങ് ചെയർമാൻ 6 മെമ്പേഴ്സ്. അപ്പോൾ പ്രസൻറ്റ് ഇറ്റ് കൺസിഡർ 6 മെമ്പേഴ്സ്. ഓക്കെ, 2019 അമെൻമെൻറ്റിന് മുൻപാണെങ്കിൽ 5 മെമ്പേഴ്സ് ഇൻക്ലൂഡിങ് ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ. നിലവിൽ 6 അംഗങ്ങൾ. നമ്മൾ ഈ പറയാൻ പോകുന്നത് ഈ 6 അംഗങ്ങളെ കുറിച്ചാണ്. ഓക്കെ, അതിനു മുമ്പ് 2019 അമെൻമെൻറ്റിന് മുൻപുണ്ടായിരുന്ന 5 അംഗങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം. ഈ 5 പേരെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ 6 പേരെ നിഷ്പ്രയാസം നമുക്കറിയാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ 2019 അമെൻമെൻറ്റിന് മുമ്പത്തെ കാര്യം നമ്മൾ പറയുന്നത്, 2019 അമെൻമെൻറ്റിന് മുൻപ് എത്ര പേർ? 5 പേർ. അത് ആരുൾപ്പെടെ 5 പേർ? ചെയർമാൻ ഉൾപ്പെടെ 5 പേര്. അങ്ങനെയെങ്കിൽ ചെയർമാൻ്റെ യോഗ്യത ഓർത്തിരിക്കുക, റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇപ്പോൾ 2019 അമെൻമെൻറ്റിന് മുൻപ് 5 പേര്, ആരുൾപ്പെടെ? ചെയർമാൻ ഉൾപ്പെടെ. ചെയർമാൻ്റെ യോഗ്യത റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമേ ചെയർമാനാകാൻ പറ്റത്തുള്ളായിരുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ ബാക്കി ഇനി എത്ര പേര്? 4 പേര്. ആ 4 പേരിൽ ഒന്നാമൻ്റെ യോഗ്യത, അഥവാ 5 പേരിൽ രണ്ടാമൻ്റെ യോഗ്യത ഓർത്തിരിക്കുക, റിട്ടയർഡ് ഓർ സിറ്റിംഗ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. റിട്ടയർഡ് ഓർ സിറ്റിംഗ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. റിട്ടയർഡ് മീൻസ് വിരമിച്ച, ഓർ സിറ്റിംഗ് മീൻസ് നിലവിലിരിക്കുന്ന. റിട്ടയർഡ് ഓർ സിറ്റിംഗ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്, സുപ്രീം കോടതിയിലെ ജഡ്ജി. അത് വിരമിച്ചാവാം അല്ലെങ്കിൽ സിറ്റിംഗ് ആവാം. അങ്ങനെയെങ്കിൽ ബാക്കി ഇനി എത്ര പേര്? 3 പേര്. ആ 3 പേരിൽ ഒന്നാമൻ്റെ യോഗ്യത, അഥവാ 5 പേരിൽ മൂന്നാമൻ്റെ യോഗ്യത, അത് സിമ്പിളായിട്ട് കൊടുത്തിരിക്കാം, റിട്ടയർഡ് ഓർ സിറ്റിംഗ് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ്. റിട്ടയർഡ് ഓർ സിറ്റിംഗ് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ്. ഓക്കെ, വിരമിച്ചതോ സിറ്റിംഗുമായ, റിട്ടയർഡോ നിലവിലിരിക്കുന്നതുമായ ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ്. ആ 3 ഓർത്തിരിക്കാൻ നമുക്ക് സിമ്പിൾ അല്ലേ? അതായത് ഏറ്റവും ടോപ്പിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അതിൽ താഴെ സുപ്രീം കോടതി ജഡ്ജ്, സുപ്രീം കോടതി ജഡ്ജ്, അതിൽ താഴെ ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ്. അപ്പം ബാക്കി ഇനി എത്ര പേര്? ബാക്കി ഇനി 2 പേര്. കാരണം 5 പേരിൽ 3 പേര് നമ്മളെ കുറിച്ച് പറഞ്ഞു, ചെയർമാൻ ഉൾപ്പെടെയുള്ള 3 പേരെ നമ്മൾ പറഞ്ഞു. ബാക്കി ഇനി എത്ര പേര്? 2 പേര്. ആ 2 പേർക്ക് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പ്രത്യേക പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ആ 2 പേർക്ക് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പ്രത്യേക പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ഇങ്ങനെയായിരുന്നു 2019 അമെൻമെൻറ്റിന് മുൻപുണ്ടായിരുന്ന 5 പേർ. അപ്പോൾ ചെയർമാൻ്റെ യോഗ്യത റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, രണ്ടാമത്തെ അംഗം റിട്ടയർഡ് ഓർ സിറ്റിംഗ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്, മൂന്നാമത്തെ അംഗം റിട്ടയർഡ് ഓർ സിറ്റിംഗ് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ്. ബാക്കി 2 പേർക്ക് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പ്രത്യേക പരിജ്ഞാനം ഉണ്ടായിരിക്കണം, സ്പെഷ്യൽ നോളജ് ഓർ സ്കിൽ റിലേറ്റിംഗ് ഹ്യൂമൻ റൈറ്റ്സ്. ഈ 5 പേരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ ധരിക്കുന്നു. ഈ 5 പേരെ മനസ്സിലായി കഴിഞ്ഞാൽ നിലവിൽ 6 പേരെ സിമ്പിളായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും, ഒരു പ്രയാസമില്ല. നമുക്കറിയാം നിലവിൽ 6 പേരല്ലേ? ആരുൾപ്പെടെ? ചെയർമാൻ ഉൾപ്പെടെ. ചെയർമാൻ്റെ യോഗ്യത എന്തായിരുന്നു? അത് റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്.
ആ വാചകം അതുപോലെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, മാറ്റമില്ല. അതിൻ്റെ കൂടെ ഒരൊറ്റ വാചകം കൂടെ കൂടിച്ചേർത്തു, ഓർ ജഡ്ജ്. ഫുള്ള് പറഞ്ഞാൽ റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജ്. അതായത് വിരമിച്ച സുപ്രീം കോടതി ചീഫിനും ചെയർമാനാകാം, വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിനും. നോട്ട് ദി പോയിന്റ്, റിട്ടയർഡ് എന്ന വാക്ക് അവിടെ പ്രത്യേകം എടുത്ത് മെൻഷൻ ചെയ്യുന്നത്. റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജ് വിരമിച്ചതായിരിക്കണം. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ആയിക്കോട്ടെ, വിരമിച്ച സുപ്രീം കോടതി ജഡ്ജ് ആയിക്കോട്ടെ, രണ്ടുപേർക്കും ചെയർമാനാവും. അങ്ങനെയെങ്കിൽ സെക്കൻഡ് മെമ്പർ നമ്മൾ മുൻപ് പറഞ്ഞ പോയിന്റ് അതുപോലെ ഇവിടെ ഇട്ടിട്ടുള്ളതാണ്, ഒരു മാറ്റവും ഇല്ല. രണ്ടാമത്തെ വ്യക്തിയുടെ യോഗ്യത റിട്ടയർഡ് ഓർ സിറ്റിംഗ് സുപ്രീം കോടതി ജഡ്ജ്. നിലവിലിരിക്കുന്നതോ നേരത്തെ ജഡ്ജി ആയിരുന്ന വ്യക്തി ഇവിടെ ആയിരിക്കണം, സുപ്രീം കോടതിയിൽ ആയിരിക്കണം മാത്രമേ ഉള്ളൂ. അങ്ങനെ മൂന്നാമത്തെ അംഗം നമ്മൾ ഡയറക്റ്റ് എടുത്തിട്ട് കൊടുക്കാം. മൂന്നാമത്തെ യോഗ്യത റിട്ടയർഡ് ഓർ സിറ്റിംഗ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. റിട്ടയർഡ് ഓർ സിറ്റിംഗ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഓക്കെ, ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. സിറ്റിംഗ് ആവാം അല്ലെങ്കിൽ റിട്ടയർഡ് പോവാം. ബാക്കി ഇനി എത്ര പേര്? 6 പേരിൽ 3 പേരെ കുറിച്ച് പറഞ്ഞു. ബാക്കി ഇനി എത്ര പേര്? 3 പേര്. ആ 3 പേർക്ക് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പ്രത്യേക പരിജ്ഞാനം ഉണ്ടായിരിക്കണം. സ്പെഷ്യൽ നോളജ് ഓർ സ്കിൽ റിലേറ്റിംഗ് ഹ്യൂമൻ റൈറ്റ്സ് ആയിരിക്കണം. ഓക്കെ, പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 3 പേരിൽ ഒരാൾ വനിതയായിരിക്കണം. ഓക്കെ, അപ്പം 3 പേരിൽ ഒരാൾ വനിതയായിരിക്കണം. അങ്ങനെയാണ് നിലവിൽ ഇപ്പോൾ എത്ര പേര്? 6 പേര്. 6 പേര് ചെയർമാൻ ഉൾപ്പെടെ. ചെയർമാൻ്റെ യോഗ്യത റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജ്. രണ്ടാമത്തെ അംഗം സുപ്രീം കോടതി ജഡ്ജ്, റിട്ടയർഡ് ഓർ സിറ്റിംഗ്. മൂന്നാമത്തെ അംഗം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, റിട്ടയർഡ് ഓർ സിറ്റിംഗ്. ബാക്കി 3 പേർക്ക് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പ്രത്യേക പരിജ്ഞാനം ഉണ്ടായിരിക്കണം. അതിലൊരാൾ വനിതയായിരിക്കണം. ഓക്കെ, അപ്പം ഈ 6 പേരെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു എന്ന് കരുതുന്നു. നമ്മളതാണ് പറയുന്നത്, ചെയർമാൻ്റെ യോഗ്യത റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്, റിട്ടയർഡ് ജഡ്ജ് ഓഫ് സുപ്രീം കോടതി. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ സിമ്പിളായിട്ട് പറയാം, റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജ്. രണ്ടാമത്തെ അംഗം നമ്മൾ പറഞ്ഞതാണ് സുപ്രീം കോടതി ജഡ്ജ്, റിട്ടയർഡ് ആവാൻ സിറ്റിംഗ് ആവാം. മൂന്നാമത്തെ അംഗം പറഞ്ഞതാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, റിട്ടയർഡ് ആവാൻ സിറ്റിംഗ് ആവാം. ബാക്കി 3 പേർക്ക് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പ്രത്യേക പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ 6 പേരെ അറിയുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം പറയണം. ഈ NHRCക്ക് ഒരു എക്സ് ഒഫിഷ്യോ വിങ് ഉണ്ട്. അതുകൊണ്ട് എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ്, എക്സ് ഒഫിഷ്യോൻ്റെ മലയാളം നിങ്ങൾ ഓർത്തിരിക്കുക, അനൗദ്യോഗിക അംഗങ്ങളെന്നാണ്. ഒഫീഷ്യൽ നമുക്കറിയാം, ഔദ്യോഗികം. ഓക്കെ, എക്സ് ഒഫിഷ്യോ അനൗദ്യോഗിക അംഗങ്ങളെന്നാണ്. അപ്പോൾ NHRCക്ക് എന്തുകൊണ്ട് എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് ഉണ്ട്, അനൗദ്യോഗിക അംഗങ്ങളുണ്ട്. അതെത്ര പേരുണ്ട്? അത് 7 പേരുണ്ട്. അപ്പോൾ എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് എത്ര പേരുണ്ട്? 7 പേര്. 7 എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, 2019 അമെൻമെൻറ്റിന് മുമ്പ്, ബിഫോർ അമെൻമെൻറ്റ്, ഓക്കെ, 2019 മുമ്പ് എത്ര പേര്? അത് 4 പേരായിരുന്നു. 4 പേര്. നിലവിൽ 7 പേര്, പ്രസൻറ്റ് 7 മെമ്പേഴ്സ്, ബിഫോർ 4 മെമ്പേഴ്സ്. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നതായിരിക്കും 2019 അമെൻമെൻറ്റിന് മുൻപുണ്ടായിരുന്ന ഈ 4 പേരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആ 4 പേർ ആരൊക്കെയാണ്? അത് ഓർത്തേക്ക്, ഒരു പ്രയാസമില്ല. 1 SCയുടെ ചെയർമാൻ, 2 STയുടെ ചെയർമാൻ. SC മീൻസ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ചെയർമാൻ ഓഫ് SC. 2 ചെയർമാൻ ഓഫ് SC, ചെയർമാൻ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്. അപ്പോൾ SCയുടെ ചെയർമാൻ, STയുടെ ചെയർമാൻ. 3 മൈനോറിറ്റിയുടെ ചെയർമാൻ. ഓക്കെ, ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. പലരുടെ മനസ്സിൽ പിന്നാക്ക് വിഭാഗം എന്ന് പറയല്, മൈനോറിറ്റി ആണെങ്കിൽ മലയാളം ന്യൂനപക്ഷം എന്നാണ്. അപ്പോൾ SCയുടെ ചെയർമാൻ, STയുടെ ചെയർമാൻ, മൈനോറിറ്റിയുടെ ചെയർമാൻ. 3 വിമൻസിൻ്റെ ചെയർപേഴ്സൺ, വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, വിമൻസിൻ്റെ ചെയർപേഴ്സൺ. അപ്പം 4 പേര് ആരൊക്കെയാണ്? SCയുടെ ചെയർമാൻ, STയുടെ ചെയർമാൻ, മൈനോറിറ്റിയുടെ ചെയർമാൻ, വിമൻസിൻ്റെ ചെയർപേഴ്സൺ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ 4 പേര് ഇപ്പോഴും ഉണ്ട്, അതിലൊരു മാറ്റവും ഇല്ല. ഈ 4 പേര് ഇപ്പോഴും ഉണ്ട്. അഡീഷൻ എത്ര പേരിവിടെ വന്നു? 3 പേരിവിടെ വന്നു. ഈ 4 പേര് ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ എത്ര പേർ അഡീഷൻ വന്നു? 3 പേര് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ആ 3 പേരെ കുറിച്ചല്ലേ. അതിൽ ഓർത്തിരിക്കുക, അതിൽ വന്നത് 1 NCBCയുടെ ചെയർമാൻ.
NCBCയുടെ ചെയർമാൻ. NCBC മീൻസ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, മലയാളം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ. ഓക്കെ, അങ്ങനെയെങ്കിൽ NCBC മീൻസ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. അപ്പോൾ അതിൻ്റെ ചെയർമാൻ വന്നു. നെക്സ്റ്റ് NCPCRൻ്റെ ചെയർമാൻ. NCPCR. ഓക്കെ, ഫുൾ ഫോം നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, മലയാളം ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ദേശീയ ബാലാവകാശ സംരക്ഷണം, അതിൻ്റെ ചെയർമാൻ NCPCRൻ്റെ ചെയർമാൻ. പിന്നീട് ഡിസേബിലിറ്റിയുടെ ചീഫ് കമ്മീഷണർ. ചീഫ് കമ്മീഷൻ ഫോർ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി. ചീഫ് കമ്മീഷൻ ഫോർ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി, ഭിന്നശേഷി വിഭാഗത്തിൻ്റെ ചീഫ് കമ്മീഷണർ. ഈ 3 പേരാണ് അഡീഷണൽ വന്നത്. അങ്ങനെ ടോട്ടൽ എത്രയായിട്ട് മാറി? അത് 7 ആയിട്ട് മാറി. അപ്പോൾ 7 പേരെ പറയാൻ പറഞ്ഞാൽ സിവിളുടെ പറയാം. SCയുടെ ചെയർമാൻ, STയുടെ ചെയർമാൻ, മൈനോറിറ്റിയുടെ ചെയർമാൻ, വിമൻസിൻ്റെ ചെയർപേഴ്സൺ, NCBCയുടെ ചെയർമാൻ, NCPCRൻ്റെ ചെയർമാൻ, ഡിസബിലിറ്റിയുടെ ചീഫ് കമ്മീഷണർ. അപ്പോൾ നമ്മൾ എത്ര അംഗങ്ങളെന്നാണ് പറഞ്ഞത്? അത് 6 പേരാണ്. എത്ര എക്സ് മെമ്പേഴ്സ് നമ്മൾ പറഞ്ഞു? അത് 7 പേരാണ്. 7 പേര് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അത് നമ്മൾ അറിഞ്ഞിരിക്കണം, 7 പേർ. കാരണം കൂടുതൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് നിരന്തരം കമ്മീഷൻ അധ്യക്ഷന്മാരെ ചോദിക്കാറുണ്ട്. ഓർത്തിരിക്കുക, നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന സമയത്തുള്ള 7 അധ്യക്ഷന്മാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്കറിയാം, ദ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ SC. SCയുടെ ചെയർമാൻ നിലവിൽ അദ്ദേഹത്തിൻ്റെ പേരാണ് കിഷോർ മക്വാന. SCയുടെ ആദ്യ ചെയർമാൻ്റെ പേര് സൂരജ് ഭാൻ എന്നാണ്. രണ്ടാമത്തെ ചെയർമാൻ്റെ പേര് ബൂട്ടാ സിംഗ് എന്നാണ്. മൂന്നാമത്തെ ചെയർമാൻ്റെ പേര് അത് PL പുനിയ എന്നാണ്. നാലാമത്തെ ചെയർമാൻ്റെ പേര് രാംശങ്കർ കത്തേരി എന്നാണ്. അഞ്ചാമത്തെ ചെയർമാൻ്റെ പേര് വിജയ് സാംബ്ല എന്നാണ്. ആറാമത്തെ ചെയർമാനും നിലവിലെ ചെയർമാനുമാണ് കിഷോർ മക്വാന എന്ന പേര്. കിഷോർ മക്വാന. ഓക്കെ, അങ്ങനെങ്കിൽ നെക്സ്റ്റ് SC കഴിഞ്ഞാൽ പിന്നെ ST ആണ്. ST ചെയർമാൻ. ഓക്കെ, അപ്പം ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്. ഓക്കെ, STയുടെ ചെയർമാൻ നിലവിൽ പേര് അന്തർ സിംഗ് ആര്യ എന്നാണ് കേട്ടോ. അന്തർ സിംഗ് ആര്യ. ഓക്കെ, ഇത് സ്ത്രീ ആണെന്ന് തെറ്റിദ്ധരിക്കല്, ഇത് പുരുഷനാണ്. അന്തർ സിംഗ് ആര്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അന്തർ സിംഗ് ആര്യ. ഓക്കെ, STയുടെ ആദ്യ ചെയർമാൻ്റെ പേര് അത് കൺവർ സിംഗ് എന്നാണ്. രണ്ടാമത്തെ ചെയർപേഴ്സൻ്റെ പേര് ഊർമിള സിംഗ് എന്നാണ്. മൂന്നാമത് രമേശ്വർ ഓറൻ എന്നും, നാലാമത് നന്ദകുമാർ സായി എന്നും, അഞ്ചാമത് ഹർഷിഷ് ചൗഹാൻ എന്നും. ഓക്കെ, ആറാമത്തെ നിലവിലത്തെയുമാണ് ആര്? അന്തർ സിംഗ് ആര്യ. 6th ചെയർപേഴ്സൺ ഓഫ് ST ആണ് ആര്? അന്തർ സിംഗ് ആര്യ. ഓക്കെ, അപ്പം SC ആരാ? കിഷോർ മക്വാന. ST ആരാ? അന്തർ സിംഗ് ആര്യ. ദ തേർഡ് ചെയർമാൻ ആരാ? എന്തിൻ്റെ വരുന്നേ? അത് മൈനോറിറ്റിയാണ്. മൈനോറിറ്റി മലയാളം ന്യൂനപക്ഷം, പിന്നാക്കമല്ല ന്യൂനപക്ഷം. ഓക്കെ, ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ്റെ പേര്, അതിൻ്റെ പേര് ഓർത്തിരിക്കുക. അത് മൈനോറിറ്റിയുടെ നിലവിലെ ചെയർമാൻ്റെ പേരാണ് സർദാർ ഇക്ബാൽ സിംഗ് ലാൽപുര. എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇക്ബാൽ സിംഗ് ലാൽപുര എന്നാണ് പേര് കേട്ടോ. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പം മൈനോറിറ്റിയുടെ നിലവിലെ ചെയർമാൻ്റെ പേരാണ് ഇക്ബാൽ സിംഗ് ലാൽപുര. ഓക്കെ, അങ്ങനെ നാലാം ചെയർമാൻ ദ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ. ഓക്കെ, അപ്പോൾ വനിതാ കമ്മീഷൻ. ഓക്കെ, അപ്പം പലരും രേഖാ ശർമ്മ എന്ന പേരായിരിക്കും ഓർത്തിരിക്കുക. രേഖാ ശർമ്മ ആ വ്യക്തി മാറിയിട്ടുണ്ട്. നിലവിൽ ചെയർമാനാണ്, ചെയർപേഴ്സൺ ആണ് വിജയ് കിഷോർ രഹാത്കർ എന്നാണ് പേര് കേട്ടോ. വിജയ് കിഷോർ രഹാത്കർ. ഓക്കെ, ഈ വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൻ്റെ പേരാണ് ജയന്തി പട്നായിക്. രണ്ടാമത്തെയാണ് വി മോഹിനിഗിരി. മൂന്നാമത്തെയാണ് വിഭാ പാർത്ഥസാരഥി. നാലാമത്തെയാണ് പൂർണിമ അദ്വാനി. അഞ്ചാമത്തെയാണ് ഗിരിജ വ്യാസ്. ആറാമത്തെയാണ് മമതാ ശർമ്മ. ഏഴാമത്തെയാണ് ലളിത കുമാരമംഗലം. എട്ടാമത്തെയാണ് രേഖാ ശർമ്മ. ഒൻപതാമത്തെ വ്യക്തിയാണ് ആര്? അതാണ് വിജയ് കിഷോർ രഹാത്കർ എന്നാണ് പേര്. വിജയ് കിഷോർ രഹാത്കർ എന്നാണ് പേര്. ആ പേര് വളരെ വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. നമ്മുടെ സിലബസിലൊക്കെ എടുത്തു പറയുന്ന കമ്മീഷനാണ് വനിതാ കമ്മീഷൻ. ഓക്കെ, അത് കഴിഞ്ഞാൽ
ദ ചെയർപേഴ്സൺ ഓഫ് NCBC, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. ഓക്കെ, ആ വ്യക്തിയുടെ പേര് ഹൻസ്രാജ് ഗംഗാറാം അഹിർ എന്നാണ് പേര് കേട്ടോ. ഹൻസ്രാജ് ഗംഗാറാം അഹിർ, ഹൻസ്രാജ് ഗംഗാറാം അഹിർ എന്നാണ് പേര്. ഹൻസ്രാജ് ഗംഗാറാം അഹിർ. ഓക്കെ, അപ്പം SC ആണെങ്കിൽ കിഷോർ മക്വാന, ST ആണെങ്കിൽ അന്തർ സിംഗ് ആര്യ, മൈനോറിറ്റി ആണെങ്കിൽ ഇക്ബാൽ സിംഗ് ലാൽപുര. ഓക്കെ, വനിതാ കമ്മീഷൻ ആണെങ്കിൽ അത് വിജയ് കിഷോർ രഗാത്കർ. ഓക്കെ, അങ്ങനെയെങ്കിൽ NCBC ആണെങ്കിൽ ഹൻസ്രാജ് ഗംഗാറാം അഹിർ, ഹൻസ്രാജ് ഗംഗാറാം അഹിർ എന്നാണ് പേര്. അങ്ങനെയെങ്കിൽ ദ 6th കമ്മീഷൻ, ദ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ഓക്കെ, ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ, പെട്ടെന്ന് പറയാനായിട്ട് NCPCR, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ഓക്കെ, അതാണ് പ്രിയങ്ക് കനൂങ്കോ. നിലവിലെ ചെയർപേഴ്സൻ്റെ പേരാണ് പ്രിയങ്ക് കനൂങ്കോ. ഇത് NCPCR അല്ലേ, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. മലയാളം ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അല്ലേ. ബാലന്മാർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള കമ്മീഷൻ അല്ലേ. അപ്പോൾ കുട്ടികൾക്ക് പ്രിയപ്പെട്ടത് പ്രിയങ്ക് കനൂങ്കോ എന്നോർത്ത് വരിക. ഓക്കെ, പ്രിയങ്ക് കനൂങ്കോ, പ്രിയങ്ക് കനൂങ്കോ. അങ്ങനെയെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന ദ ലാസ്റ്റ് കമ്മീഷൻ, ഓക്കെ, മീൻസ് ദ ചീഫ് കമ്മീഷൻ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. അപ്പം ഡിസബിലിറ്റിയുടെ ചീഫ് കമ്മീഷണർ പേര് രാജേഷ് അഗർവാൾ എന്നാണ്. ഓക്കെ, അപ്പം നിലവിലെ ചെയർമാൻ്റെ പേരാണ്, അല്ലെങ്കിൽ ക്ഷമിക്കണം, ചീഫ് കമ്മീഷണർ പേരാണ് രാജേഷ് അഗർവാൾ. രാജേഷ് അഗർവാൾ എന്ന പേര്. അപ്പം SC നമ്മൾ പറഞ്ഞു കിഷോർ മക്വാന, ST അന്തർ സിംഗ് ആര്യ, മൈനോറിറ്റി ഇക്ബാൽ സിംഗ് ലാൽപുര, വനിതാ കമ്മീഷൻ രേഖ ശർമ്മ, NCBC ഹൻസ്രാജ് ഗംഗാറാം അഹിർ. ഓക്കെ, NCPCR പ്രിയങ്ക് കനൂങ്കോ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഡിസബിലിറ്റി അത് രാജേഷ് അഗർവാൾ. രാജേഷ് കമലേഷ് കുമാർ പാണ്ഡെയൊക്കെ മാറി വരുന്ന വ്യക്തിയുടെ പേരാണ് രാജേഷ് അഗർവാൾ. രാജേഷ് അഗർവാൾ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ മെമ്പേഴ്സ്, 6 മെമ്പേഴ്സിനെയും 7 എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സിനെയും വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ആ ധാരണയോടെ നമ്മൾ അടുത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കറിയാം എത്ര മെമ്പേഴ്സ്. 6 മെമ്പേഴ്സ്. എത്ര എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ്? അത് 7 എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ്. അങ്ങനെയെങ്കിൽ ഇതിന് ഒരു സെലക്ഷൻ കമ്മിറ്റി ഇങ്ങോട്ടുണ്ട്. ഓർത്തേക്കുക, സെലക്ഷൻ കമ്മിറ്റി കൺസിസ്റ്റ് 6 മെമ്പേഴ്സ്, വീണ്ടും 6. പഠിക്കാൻ എളുപ്പമല്ലേടെ. അതായത് അംഗങ്ങൾ 6, സെലക്ഷൻ കമ്മിറ്റി 6, എക്സ് ഒഫീഷ്യൽ 7. ഓക്കെ, അങ്ങനെയാണ് ഇതിൽ അംഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എത്ര സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ? അത് 6 സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ. അങ്ങനെയെങ്കിൽ നമുക്ക് ആരൊക്കെയാണ് ഈ 6 പേര് നോക്കിയാലോ? ഓക്കെ, 6 പേര്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു കമ്മീഷൻസ് പഠിക്കുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബൈ ഇലക്ഷൻ കമ്മീഷൻ, ലോക്പാൽ, അതുപോലെ വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ. നിങ്ങൾ ഒരു കമ്മീഷൻ്റെ സെലക്ഷൻ കമ്മിറ്റിയാണ് പഠിക്കുന്നതെങ്കിൽ, ദേശീയ തലത്തിലാണെങ്കിൽ ഇത്തരം കമ്മീഷൻസ് എല്ലാം, ഓൾമോസ്റ്റ് കമ്മീഷൻസ് എല്ലാം 2 പേര് കോമൺ ആയിട്ട് സെലക്ഷൻ കമ്മിറ്റിയിൽ കാണും. 2 പേര് കാണും. ആ 2 പേര് ഓർത്തിരിക്കുക. ഒന്ന്, ദ ഫസ്റ്റ് വൺ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ദ സെക്കൻഡ് വൺ ഓപ്പോസിഷൻ ലീഡർ ഓഫ് ലോക്സഭ. ഒന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും, 2 ലോക്സഭാ പ്രതിപക്ഷ നേതാവ്. ഈ 2 പേരും ഇല്ലാത്ത ഒരു സെലക്ഷൻ കമ്മിറ്റിയും നമ്മുടെ ഒരു കമ്മീഷൻ ആയിട്ടില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ 2 പേര് എന്തായാലും കാണുമല്ലോ. പ്രൈം മിനിസ്റ്ററും കാണും, ലോക്സഭ പ്രതിപക്ഷ നേതാവും കാണും, ഓപ്പോസിറ്റ് ലീഡർ കാണും. അപ്പോൾ നമ്മൾ മനസ്സിലായി, ഇത് പഠിക്കാൻ സിമ്പിളാണ്. ഈ 6 പേര് നമുക്ക് ഓർത്തിരിക്കാൻ സിമ്പിളാണ്, പ്രയാസമൊന്നുമില്ല. ഓക്കെ, ഒന്ന് പ്രൈം മിനിസ്റ്റർ. ഓക്കെ, ഒന്ന് പ്രൈം മിനിസ്റ്റർ ഉണ്ട്, പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിക്ക് ഒറ്റയ്ക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് പുള്ളി എന്തോ ചെയ്യും? ആഭ്യന്തരമന്ത്രി, മന്ത്രി എന്ന പേരുള്ള മറ്റൊരാൾ വിളിച്ചുകൊണ്ട് വരും. ആ മന്ത്രി ആഭ്യന്തരമന്ത്രി ആയിരിക്കും. ഹോം മിനിസ്റ്റർ, കാരണം നമുക്കറിയാം ഈ കമ്മീഷന് ചുമതലയുള്ള മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയമല്ലേ. അപ്പോൾ അതിൻ്റെ മന്ത്രി വേണ്ടേ. അങ്ങനെയാണ് ഹോം മിനിസ്റ്റർ ഇവിടെ വരുന്നത്. എല്ലാത്തിനും കാരണമുണ്ട്. ഓക്കെ, പ്രൈം മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ. പിന്നീട് ലോക്സഭയിൽ നിന്ന് അധ്യക്ഷൻ വരും, ലോക്സഭാ സ്പീക്കർ, സ്പീക്കർ ഓഫ് ലോക്സഭാ സ്പീക്കർ വരുന്നു. അപ്പോൾ ലോക്സഭയിൽ നിന്ന് മറ്റൊരാൾ വരണ്ടേ. അയാൾ ലോക്സഭാ സ്പീക്കറേക്കാൾ പ്രാധാന്യമാണ് ആർക്ക്? സെലക്ഷൻ കമ്മിറ്റിയിൽ ലോക്സഭ പ്രതിപക്ഷ ഇദ്ദേഹം എന്തായാലും കാണും. അപ്പോൾ 2 ലോക്സഭാംഗങ്ങൾ വരുന്നു. ഓപ്പോസിഷൻ ലീഡർ ലോക്സഭ, സ്പീക്കർ ഓഫ് ലോക്സഭ വരുന്നു. അപ്പോൾ 2 മന്ത്രിമാരായി, 2 ലോക്സഭാംഗങ്ങളായി. ലോക്സഭയിൽ നിന്ന് വന്നാൽ പിന്നെ എവിടെ നിന്ന് വരണം? രാജ്യസഭയിൽ നിന്ന് വരണം. രാജ്യസഭയിൽ നിന്ന് നമ്മളിപ്പോൾ ലോക്സഭാ സ്പീക്കറാണ് ഇവിടെ ആദ്യം എടുത്തത്, ലോക്സഭയിൽ ആദ്യം എടുത്തത് ലോക്സഭാ സ്പീക്കറെയാണ്. അതുപോലെ നമ്മുടെ ചിന്താഗതി പോകുമ്പോൾ നമ്മൾ രാജ്യസഭയിൽ നിന്ന് എടുക്കേണ്ട രാജ്യസഭാ ചെയർമാനെ അല്ലേ? ആണ്. പക്ഷേ ഇവിടെ വരുന്നത് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ, രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ എന്നാണ് അല്ലേ. അധ്യക്ഷനല്ല വരുന്നത്, ചെയർമാൻ അല്ല വരുന്നത്. അതിൻ്റെ കാരണം
ഇവിടെ അങ്ങനെ ഒരു ട്വിസ്റ്റ് വരണമെങ്കിൽ ഒരു കാരണം കാണില്ലേ? അതിന് കാരണം രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാകുന്നു? അത് വൈസ് പ്രസിഡന്റ് ആവുന്നു. ഓക്കെ, നമുക്കറിയാം വൈസ് പ്രസിഡന്റ് ആസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നാൽ രാജ്യസഭ. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ, ഓക്കെ, അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്, വൈസ് പ്രസിഡന്റ് ആണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 64 ആർട്ടിക്കിൾ 64. അപ്പോൾ 64 പ്രകാരം നമ്മുടെ രാജ്യസഭാ ചെയർമാനെ എഴുതി കഴിഞ്ഞാൽ അത് ആരായി പോകും? 64 പ്രകാരം അത് ഉപരാഷ്ട്രപതിയായി പോകും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗമായി വരില്ല. കാരണം അവരെല്ലാം നിഷ്പക്ഷരായി നിൽക്കേണ്ട അംഗങ്ങളാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ സെലക്ഷൻ കമ്മിറ്റിയുടെ ഭാഗം അവരാകില്ല. അതുകൊണ്ടാണ് ഇവിടെ രാജ്യസഭാ ചെയർമാൻ എന്ന് എഴുതാതെ നമ്മൾ എന്ത് ചെയ്തത്? ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ, രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ എന്ന് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ സെലക്ഷൻ കമ്മിറ്റിയിൽ വരാൻ കുഴപ്പമില്ല, പക്ഷേ ചെയർമാന് വരാൻ സാധ്യമല്ല. ഓക്കെ, പിന്നീട് രാജ്യസഭയിൽ നിന്ന് ഒരാൾ വന്നാൽ പിന്നെ കൂടെ ആര് വരും? രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, ഒപ്പോസിഷൻ ലീഡർ ഓഫ് രാജ്യസഭ. ഓക്കെ, അങ്ങനെയാണ് 6 അംഗങ്ങൾ. അപ്പോൾ എത്ര സെലക്ഷൻ കമ്മിറ്റികൾ? 6 സെലക്ഷൻ കമ്മിറ്റികൾ. ആരൊക്കെയാണ് അത്? പ്രധാനമന്ത്രി, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഹോം മിനിസ്റ്റർ, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭ ഒപ്പോസിഷൻ ലീഡർ. ഇങ്ങനെയാണ് ഈ 6 പേരെന്ന് പറയുന്നത്. ഈ 6 പേര് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? ഓക്കെ, അറിഞ്ഞിരിക്കാൻ നല്ലതല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നമുക്കറിയാം, അത് നരേന്ദ്രമോദിയാണ്. ഇന്ത്യയുടെ എത്രാമത്തെ പ്രൈം മിനിസ്റ്റർ? ഇന്ത്യയുടെ 14ാമത്തെ പ്രധാനമന്ത്രിയാവുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി. ഇതിപ്പോൾ എത്ര ലോക്സഭയാണ്? അത് 18ാം ലോക്സഭയാണ്. എന്നാൽ പ്രധാനമന്ത്രിയാവുന്ന നരേന്ദ്രമോദി എത്രാമത്തെ പ്രധാനമന്ത്രിയാവുന്ന വ്യക്തിയാണ്? 14ാമത്തെ വ്യക്തിയുമാണ് ആര്? നരേന്ദ്രമോദി. ആക്ടിംഗ് ഉൾപ്പെടെയാണെങ്കിൽ പറയണം, ആക്ടിംഗ് ഉൾപ്പെടെയാണെങ്കിൽ ഓക്കെ, ഇന്ത്യക്ക് എത്ര ആക്ടിംഗ് പ്രധാനമന്ത്രിമാർ വന്നിട്ടുണ്ട്? എത്ര ആക്ടിംഗ് പ്രൈം മിനിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്? അത് ഒരാൾ. ആ വ്യക്തിയുടെ പേരാണ് ഗുൽസാരിലാൽ നന്ദ. ഏതൊക്കെ വർഷങ്ങൾ? 1964 ആര് മരണപ്പെട്ടപ്പോൾ? ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു മരണപ്പെട്ടപ്പോഴും. ഓക്കെ, ദ സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ലാൽ ബഹദൂർ ശാസ്ത്രി 1966 മരണപ്പെട്ടപ്പോഴും, 64 നെഹ്റു മരണപ്പെട്ടപ്പോഴും, 66 ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെട്ടപ്പോഴും ഈ 2 സമയത്ത് ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായ ഏക വ്യക്തിയുടെ പേരാണ്, അതാണ് ഗുൽസാരിലാൽ നന്ദ. അപ്പം ഗുൽസാരിലാൽ നന്ദയോട് ചേർത്താണെങ്കിൽ പറയണം മോദി 15ാമത്തെയാണ്. സാധാരണ നമ്മൾ ആക്ടിംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണക്കാക്കാറില്ല. കാരണം ആക്ടിംഗ് എന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാവുന്ന ഒരു ഒഴിവിലേക്ക് താൽക്കാലികപരമായി നിയമിക്കപ്പെടുന്ന വ്യക്തികളാണ് നമ്മൾ ആക്ടിംഗ്. ഓക്കെ, അത് നമ്മൾ എലക്ട് ചെയ്ത അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയല്ല, ആക്ടിങ് മാത്രമാണ്. പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി നിയമിക്കപ്പെടുന്നു. അതാണ് നമ്മൾ ആക്ടിംഗ് ചെയർമാൻ, ആക്ടിംഗ് പ്രസിഡന്റ്, ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് സംഭവം താൽക്കാലിക പദവി മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ 14ാമത്തെ വ്യക്തിയാണ് നരേന്ദ്രമോദി. ആക്ടിംഗ് ഉൾപ്പെടെയാണെങ്കിൽ 15ാമത്തെ വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ അദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണ്? മണ്ഡലം ഏതാണ്? മണ്ഡലം ചോദിച്ചാൽ പറയണം ഒത്തിരിക്കും, അത് വാരണാസിയാണ്. വാരണാസി എവിടെയാണ്? അത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ് ലോക്സഭാ മണ്ഡലമാണ് വാരണാസി. അവിടെ നിന്നാണ് അദ്ദേഹം വിജയിക്കുന്നത്. ഓക്കെ, അങ്ങനെ 2 ഹോം മിനിസ്റ്റർ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അത് അമിത്ഷായാണ്. അമിത്ഷാ വിജയിച്ച മണ്ഡലം, അമിത്ഷാ ലോക്സഭാ അംഗമായി വിജയിച്ച മണ്ഡലം അത് ഗുജറാത്തിൻ്റെ തലസ്ഥാനമായ ഗാന്ധിനഗറാണ്. ഗാന്ധിനഗർ. ഓക്കെ, അങ്ങനെയെങ്കിൽ ലോക്സഭാ സ്പീക്കർ നമുക്കറിയാം 2 തവണയായിട്ട് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഓം ബിർള എന്നാണ്. ഓം ബിർള 2 തവണ ലോക്സഭാ സ്പീക്കറാകുന്ന എത്ര പേരുണ്ട്? 2 തവണ ലോക്സഭാ സ്പീക്കറായ എത്ര പേർ? അത് 2 പേരുണ്ട്. അതിൽ ആദ്യമായത് ബലറാം ജാഖർ എന്ന് പറയുന്ന വ്യക്തിയാണ്, ബലറാം ജാഖർ. ഓക്കെ, രണ്ടാമത്തെയാണ് ഓം ബിർള. ഓക്കെ, ഓം ബിർള റെപ്രസെൻറ്റ് ചെയ്യുന്ന മണ്ഡലം ചോദിച്ചാൽ ഓർത്തിരിക്കുക, അദ്ദേഹം മണ്ഡലം കോട്ടയാണ്. കോട്ട എന്ന് പറയുന്ന മണ്ഡലം എവിടെയാണ്? കോട്ട എന്ന് പറയുന്ന മണ്ഡലം അത് രാജസ്ഥാനിലാണ്. നെക്സ്റ്റ് ഒപ്പോസിഷൻ ലീഡർ ഓഫ് ലോക്സഭ. 10 വർഷങ്ങൾക്ക് ശേഷമാണ് 2014 മുതൽ ഇങ്ങോട്ട് കഴിഞ്ഞാൽ 10 വർഷങ്ങൾക്ക് ശേഷം 2024 ലോക്സഭയ്ക്ക് ഓപ്പോസിഷൻ ലീഡർ, കറക്റ്റ് പറഞ്ഞാൽ അത് ഉപയോഗിക്കേണ്ട വാക്ക് റെക്കഗ്നൈസ്ഡ് ഒപ്പോസിഷൻ ലീഡർ ഉണ്ടാകുന്നത്. ഓക്കെ, ഓപ്പോസിഷൻ ലീഡർ കൊടുക്കാം, അത് ഭരണപക്ഷത്തിൻ്റെ താല്പര്യപ്രകാരം കൊടുക്കാവുന്നതാണ്. ഓക്കെ, എന്നാൽ നമ്മളിവിടെ കറക്റ്റ് ഉപയോഗിക്കുന്നത് അംഗീകൃത പ്രതിപക്ഷ നേതാവ്, റെക്കഗ്നൈസ് ഓപ്പോസിറ്റ് ലീഡറും ഉണ്ടാകുന്നത് 10 വർഷത്തിന് ശേഷമാണ്. 2014 കഴിഞ്ഞിട്ട് ആ വ്യക്തിയുടെ പേരാണ് രാഹുൽ ഗാന്ധി എന്നാണ് പേര്. നിലവിലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി റെപ്രസെൻ്റ് മണ്ഡലം, പ്രദാനം ചെയ്യുന്ന മണ്ഡലം, ആ മണ്ഡലത്തിന് റായ്ബറേലി എന്നാണ്. റായ്ബറേലി എവിടെയാണ്?
റായ്ബറേലി ഉത്തർപ്രദേശിലാണ്, അതും ഉത്തർപ്രദേശിലാണ്. ഓക്കെ, ഈ രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു പ്രത്യേകത 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച് വിജയിച്ച ഏക വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുകയും 2 മണ്ഡലങ്ങളിൽ വിജയിക്കുകയും ചെയ്ത ഏക വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. ഓക്കെ, അതേ വെച്ച് 2 മണ്ഡലങ്ങൾ, ഒന്ന് റായ്ബറേലിയാണ്, 2 വയനാടാണ്. രാജിവെച്ച മണ്ഡലം, കാരണം 2 മണ്ഡലം മത്സരിച്ച് വിജയിച്ചാൽ നിശ്ചിത സമയത്തിനുള്ളിൽ ഏതെങ്കിലും ഒന്ന് രാജിവെക്കണം. അദ്ദേഹം രാജിവെച്ച മണ്ഡലം അത് വയനാടാണ്. അങ്ങനെയാണ് അവിടെ ബൈ ഇലക്ഷൻ വന്നത്. പ്രിയങ്ക ഗാന്ധി അവിടുത്തെ MP ആയി വിജയിക്കുകയും ചെയ്തു. നമുക്ക് അടുത്തിടെ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് കേരള നിയമസഭാ ബൈ ഇലക്ഷൻ വന്നത്. ഈ അടുത്തിടെ കേരളത്തിൽ മൊത്തം 3 ബൈ ഇലക്ഷൻ വന്നു. ഓക്കെ, അതിൽ ഒരെണ്ണം ലോക്സഭാ മണ്ഡലവും 2 നിയമസഭാ മണ്ഡലമായിരുന്നു. ലോക്സഭാ മണ്ഡലമാണ് വയനാട്, അവിടുന്ന് വിജയിച്ച വ്യക്തിയാണ് പ്രിയങ്ക ഗാന്ധി. നിയമസഭാ മണ്ഡലങ്ങൾ അത് ഒന്ന് പാലക്കാടും 2 ചേലക്കരയുമാണ്. പാലക്കാടും ചേലക്കര. ഈ ചേലക്കരയിൽ നിന്ന് വിജയിച്ച വ്യക്തി പേര് ഓർത്തിരിക്കുക, UR പ്രദീപ് എന്ന പേര്. UR പ്രദീപ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടമാണ് വിജയിച്ചത്. അതൊക്കെ നമുക്ക് കറണ്ട് അഫയേഴ്സ് ആയിട്ടൊക്കെ ചോദിക്കാൻ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഓർത്തിരിക്കുക, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി, മണ്ഡലം റായ്ബറേലി. ഓക്കെ, നെക്സ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ, രാജ്യസഭയുടെ നിലവിലെ ഡെപ്യൂട്ടി ചെയർമാൻ്റെ പേര്, ദ പ്രസന്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ. ആ വ്യക്തിയുടെ പേര് ഓർത്തിരിക്കുക. ആ വ്യക്തിയുടെ പേര് ഹരിവംശ് നാരായൺ സിംഗ് എന്നാണ്. ഹരിവംശ് നാരായൺ സിംഗ്, ദ പ്രസന്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ ഹരിവംശ് നാരായൺ സിംഗ്. അദ്ദേഹം 12th ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭയാണ്. 12ാമത്തെ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ വ്യക്തിയാണ് ഹരിവംശ് നാരായൺ സിംഗ്. ഓക്കെ, അദ്ദേഹം എവിടെ നിന്നാണ്, ഏത് സംസ്ഥാനത്താണ് രാജ്യസഭയിൽ അംഗമായത്? ഓർത്തിരിക്കുക, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 50% വനിതാ സംവരണം കൊണ്ടുവന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഈ സംസ്ഥാനമാണ്. സംസ്ഥാനം ബീഹാറാണ്. സംസ്ഥാനം ബീഹാർ. ഓക്കെ, ദ ലാസ്റ്റ് വൺ ഓപ്പോസിഷൻ ലീഡർ ഓഫ് രാജ്യസഭ. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് നിലവിൽ ആരാണ്? അത് മല്ലികാർജുൻ ഖാർഗെയാണ്. മറ്റൊരു പ്രത്യേകത, INCയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നിലവിലെ പ്രസിഡന്റുമാണ് ആര്? മല്ലികാർജുൻ ഖാർഗെ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇദ്ദേഹം രാജ്യസഭാ അംഗമായി സംസ്ഥാനത്ത് നിന്നാണ്. നമ്മുടെ ഒരു അയൽ സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിലെ നിലവിലെ മുഖ്യമന്ത്രിയുടെ പേര് സിദ്ധരാമയ്യ എന്നാണ്. ഓക്കെ, ആ സംസ്ഥാനം മനസ്സിലായിക്കാണ്. ആ സംസ്ഥാനം കർണാടകയാണ്. ഇദ്ദേഹം എവിടെ നിന്നുള്ള രാജ്യസഭാംഗം? കർണാടകയാണ്. അപ്പോൾ എത്ര സെലക്ഷൻ പറ്റി ഞങ്ങൾ പറഞ്ഞു? 6 പേര്. ആരൊക്കെയാണ് ഒന്നുകൂടെ പറയാം? 1 പ്രൈം മിനിസ്റ്റർ, ഓക്കെ, ആരാണ്? നരേന്ദ്രമോദി, മണ്ഡലം വാരണാസി. 2 ഹോം മിനിസ്റ്റർ, ആരാണ്? അമിത്ഷാ, മണ്ഡലം ഗാന്ധിനഗർ. 3 ലോക്സഭ സ്പീക്കർ, ആരാണ്? ഓം ബിർള, മണ്ഡലം കോട്ട. 4 ഒപ്പോസിഷൻ ലീഡർ ഓഫ് ലോക്സഭ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധി, മണ്ഡലം റായ്ബറേലി. അതെവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ 5ാമത്തത് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ. ഓക്കെ, ആരാണ്? ഹരിവംശ് നാരായൺ സിംഗ്. സംസ്ഥാനം ഏതാണ്? സംസ്ഥാനം, മണ്ഡലമല്ല പറയുന്നത്. രാജ്യസഭയുടെ സംസ്ഥാനം പറയുന്നത് അത് ബീഹാറാണ്. ഓക്കെ, 6ാമത് ആരാണ്? ആറാമെന്ന് പറയുന്നത് രാജ്യസഭ പ്രതിപക്ഷ നേതാവാണ്. ഓപ്പോസിറ്റ് ലീഡർ രാജ്യസഭയാണ്. ഓക്കെ, അതാരാണ്? മല്ലികാർജുൻ ഖാർഗെ. സംസ്ഥാനം അത് കർണാടക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ 3 അംഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. 1 മെമ്പേഴ്സ്, 2 എക്സ് മെമ്പേഴ്സ്, 3 സെലക്ഷൻ കമ്മിറ്റി മെമ്പേഴ്സ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ ആർ അപ്പോയിൻറ്റഡ് ആൻഡ് റിമൂവ്ഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അംഗങ്ങളെയും ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആര് തന്നെയാണ്? അത് രാഷ്ട്രപതിയാണ്, പ്രസിഡൻ്റാണ്. അപ്പോൾ അപ്പോയിൻറ്റഡ് ആൻഡ് റിമൂവ്ഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നിയമിക്കുന്ന പ്രസിഡൻ്റാണ്, നീക്കം ചെയ്യുന്ന പ്രസിഡൻ്റാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ റെസിഗ്നേഷൻ ലെറ്റർ രാജിക്കത്ത് നൽകേണ്ട ആർക്കാണ്? റെസിഗ്നേഷൻ ലെറ്റർ നൽകേണ്ടത് അതും പ്രസിഡൻ്റാണ്. ഓക്കെ, അവർ റെസിഗ്നേഷൻ ലെറ്റർ നൽകേണ്ടതും അത് പ്രസിഡൻ്റാണ്. അങ്ങനെയെങ്കിൽ വാർഷിക റിപ്പോർട്ട്, ആനുവൽ റിപ്പോർട്ട് നൽകേണ്ട ആർക്കാണ്? ഇപ്പോൾ റെസിഗ്നേഷൻ ലെറ്റർ നൽകുന്ന പ്രസിഡൻ്റാണ്. ആനുവൽ റിപ്പോർട്ട് നൽകേണ്ടത് അത് സെൻട്രൽ ഗവൺമെൻറ്റാണ് കേട്ടോ. സെൻട്രൽ ഗവൺമെൻറ്റാണ്, അത് ഓർത്തിരിക്കുക. ആനുവൽ റിപ്പോർട്ട് നൽകേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോയിൻറ്റ് ചെയ്യുന്ന പ്രസിഡന്റ്, റിമൂവ് ചെയ്യുന്ന പ്രസിഡന്റ്, റെസിഗ്നേഷൻ ലെറ്റർ പ്രസിഡന്റ്. പക്ഷേ ആനുവൽ റിപ്പോർട്ട് മാത്രം അത് സെൻട്രൽ ഗവൺമെൻറ്റാണ്, കേന്ദ്ര സർക്കാരിനാണ് ആനുവൽ റിപ്പോർട്ട് നൽകേണ്ടത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ കാലാവധി, ഇവിടെ ടെന്യൂർ. ഓക്കെ, ഇവിടെ കാലാവധി ചോദിച്ചാൽ പറയണം അത് 3 years or 70 years ഓഫ് ദി ഏജ് ബിഫോർ ദ അമെൻമെൻറ്റ് 2019 അമെൻമെൻറ്റ് മുമ്പാണെങ്കിൽ 5 years or 70 years ഓഫ് ദി ഏജ്. അപ്പോൾ നിലവിൽ കാലാവധി 3 വർഷം, 3 years ആണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്, 70 years ഓഫ് ദി ഏജ്, 70 വയസ്സാണ്.
അപ്പം നിലവിൽ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്, മുൻപ് കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം, നമ്മളെപ്പോഴും കാലാവധി പഠിക്കുമ്പോൾ ഓക്കെ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ ഇവിടെ കാലാവധി നമ്മൾ പഠിക്കുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 ഈ 70 വരെയുള്ള കാരണം, ഇതിന് കാരണമുണ്ട്, ചുമ്മാതല്ല. ഇതിൻ്റെ കാരണം നമുക്കറിയാം, ചെയർമാൻ്റെ യോഗ്യത റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജ്. അവിടെ ഏത് വാക്ക് എടുത്തു നമ്മൾ ഉപയോഗിക്കുന്നു? റിട്ടയേർഡ്, വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജ് ആയിരിക്കണം ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം, സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായമാണ് 65 വയസ്സ്. ഹൈക്കോടതി ആകുമ്പോഴോ റിട്ടയർമെൻറ്റ് ഏജ് ഓഫ് ഹൈക്കോടതി ജഡ്ജ് ഓക്കെ അത് 62 ആണ്, 62 വയസ്സാണ്. സുപ്രീം കോടതി 65 ആണ്, 65 വയസ്സാണ്. അപ്പോൾ 65 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇവർ ചെയർമാനായിട്ട് ഇങ്ങോട്ട് വരുന്നത് തന്നെ. അതുകൊണ്ടാണ് ഇവിടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. മുൻപ് എത്രയായിരുന്നോ? 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇത് മാറാൻ കാരണമായ ഭേദഗതിയാണെങ്കിൽ 2019 ഭേദഗതിയാണ്. ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് NHRC അതറിയപ്പെടുന്ന പേര് അത് മാനവ് അധികാർ ഭവൻ എന്നാണ് കേട്ടോ. മാനവ് അധികാർ ഭവൻ ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അറിയപ്പെടുന്ന പേരാണ് മാനവ് അധികാർ ഭവൻ.